കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഒരു 50 മാർക്കിന്റെ ഇൻക്ലൂഡിങ് പ്രൊഫഷണൽ സ്കിൽസ് മാർക്സ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർച്ച് ജൂൺ 2024 ഒരു ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ട്. ഞാൻ അതിന്റെ PDF ഫയൽ നിങ്ങൾക്ക് അയച്ചുതരാം. യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. ഒരു മേജേഴ്സിന്റെ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ടൈം അലോസ്, നമ്മൾ 10 ആണ് ടൈം ഉള്ളത്. ടൈം അലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അതിന്റെ PDF ഫയൽ അയച്ചുതരാം. സോ ക്രിസോസ് കമ്പനി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എക്സാംസിന് എപ്പോഴും നമ്മൾ ആദ്യം റിക്വയർമെന്റിലൂടെയാണ് കടന്നു പോവുക. യു ക്യാൻ സീ ഹിയർ 3 റിക്വയർമെന്റ്സ്, A, B, C എന്ന് പറഞ്ഞ് 3 റിക്വയർമെന്റ് ഉണ്ട്. എക്സാംസിന് ഈ റിക്വയർമെന്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പൊ എക്സാം കിറ്റൊന്നും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇതിനു മുമ്പ് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന ഒരു ഫയൽ എന്റെ അടുത്ത്, സോ ഐ ക്യാൻ കോപ്പി പേസ്റ്റ്. നിങ്ങൾക്ക് എക്സാമിന് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ റിക്വയർമെന്റ് കോപ്പി ചെയ്യുന്നു. ഈ റിക്വയർമെന്റ് നമ്മൾ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഞാനിത് നമ്മുടെ CB പ്ലാറ്റ്ഫോം പോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് പ്രോസസർ ഇതും ഈ സൈഡിൽ എക്സൽ എന്ന നിലക്കാണ് ചെയ്യുന്നത്. സോ നമ്മുടെ റിക്വയർമെന്റ് A കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. എക്സ്പ്ലെയിൻ വാട്ട് എ റിവേഴ്സ് ടേക്ക് ഓവർ ഇൻവോൾവ്സ്. സോ ഇവിടെ റിക്വയർമെന്റ് ഉണ്ട്. ആദ്യത്തെ എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുക. കാരണം ഒരു റിക്വയർമെന്റ് അകത്ത് തന്നെ ഒന്നിലധികം റിക്വയർമെന്റ്സ് ഉണ്ടാവും. സോ അത് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വയർമെന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ എക്സ്പ്ലെയിൻ വാട്ട് എ റിവേഴ്സ് ടേക്ക് ഓവർ. സോ ദർസ് എ വാട്ട് ഈസ് ക്വസ്റ്റ്യൻ, എന്താണ് റിവേഴ്സ് ടേക്ക് ഓവർ എന്ന് പറയണം. ആൻഡ് ഡിസ്കസ് ദി റിലേറ്റീവ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് to a company such as Chrysos company of obtaining a listing through a reverse takeover as opposed to IPO. So reverse takeover എന്താണെന്നും the relative advantages of obtaining a listing through a reverse takeover as opposed to IPO. ഇതൊരു ഹെഡിങ് ആണ്. The relative advantages. സോ ഇവിടെ ആദ്യം റിവേഴ്സ് ടേക്ക് ഓവർ എന്താന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഡിസഡ്വാൻറ്റേജസ് ടു എ കമ്പനി, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഒബ്റ്റെയിൻ, പേര് വേണമെന്നില്ല, ഓഫ് ഒബ്റ്റെയിനിങ് എ ലിസ്റ്റിംഗ് ത്രൂ റിവേഴ്സ് ടേക്ക് ഓവർ. ഓക്കെ, ഇതാണ് എന്റെ ഹെഡിങ് വരിക. സോ റിവേഴ്സ് ടേക്ക് ഓവർ എന്താന്ന് പറയണം, റിവേഴ്സ് ടേക്ക് ഓവറിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇത് ഏകദേശം ബൈ ഹാർട്ട് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. നമുക്ക് ഇപ്പൊ കിടക്കുന്ന മാർക്സ് 6 മാർക്സ് ആണ്. പണ്ട് ഇത് 7 8 മാർക്സിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പ്രൊഫഷണൽ മാർക്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് എത്രയ്ക്ക് വന്നത്, ഇത് 9 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പണ്ട് 4 മാർക്സേ പ്രൊഫഷണൽ മാർക്സ് ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഫഷണൽ മാർക്സ് ഒരു 4 മാർക്ക്. ഇപ്പൊ പ്രൊഫഷണൽ സ്കിൽസ് മാർക്സ് 20 ആക്കില്ലേ. സോ അതിനെ അമെൻഡ് ചെയ്തിട്ട് മാർക്സ് ഇവിടെ ഇതിന്റെ മാർക്സ് കുറച്ചു, പ്രൊഫഷണൽ സ്കിൽസ് മാർക്സ് കൂട്ടി. സോ വി ഹാവ് ടു ഓൺലി റൈറ്റ് ഫോർ 6 മാർക്സ്. ദാറ്റ് മീൻസ് ഒരു 1 മാർക്കുള്ള കണ്ടന്റ് ഇവിടെ എഴുതുക. എന്താണ് റിവേഴ്സ് ടേക്ക് ഓവർ? ഒരു ക്വിക്ലി പറഞ്ഞുതരാം. ഒരു സ്മോളർ കമ്പനിയെ കൊണ്ട് ബിഗർ കമ്പനിയെ ഷെയർ ഓഫറിലൂടെ അക്വയർ ചെയ്യിപ്പിക്കുന്നത് വഴി, ഏതാണ് സ്മോളർ ലിസ്റ്റഡ് കമ്പനി തന്നെ പറയണം കേട്ടോ. സ്മോളർ ലിസ്റ്റഡ് കമ്പനിയെ വലിയ അൺലിസ്റ്റഡ് കമ്പനിയെ സ്മോളർ ലിസ്റ്റഡ് കമ്പനി കൊണ്ട് അക്വയർ ചെയ്യിക്കുന്നു. ഏത് ഓഫർ വഴി? ഷെയർ ഓഫർ വഴി. സോ ഷെയർ ഓഫറിന് ശേഷം ഞാൻ അതൊന്ന് ഡ്രോ ചെയ്താലേ കുറച്ചുകൂടി മനസ്സിലാവുക. നിങ്ങൾക്ക് അത് എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നുകൂടി അത് പറഞ്ഞുതരാം, ഒരു റിവേഴ്സ് ടേക്ക് ഓവർ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. റിവേഴ്സ് ടേക്ക് ഓവർ നടക്കുന്നത്, നമ്മളൊരു ബിഗർ അൺലിസ്റ്റഡ് കമ്പനിയാണ്. നമുക്ക് ലിസ്റ്റിംഗ് ചെയ്യണം. ലിസ്റ്റിംഗ് ചെയ്യാനുള്ള സാധാരണ വഴി ഏതാണ്? IPO ആണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആണ്. പക്ഷെ വേറൊരു വഴിയുണ്ട്, ഒരു കുറുക്ക് വഴി പോലെയുള്ളത്. ഒരു സ്മോൾ അൺലിസ്റ്റഡ് കമ്പനി ഉണ്ട്. സ്മോൾ ലിസ്റ്റഡ് കമ്പനി, മൈ മിസ്റ്റേക്ക്. സ്മോൾ ലിസ്റ്റഡ് കമ്പനി. ഈ സ്മോൾ ലിസ്റ്റഡ് കമ്പനി ബിഗ് അൺലിസ്റ്റഡ് കമ്പനിയെ അക്വയർ ചെയ്യുന്നു. സോ ലെറ്റ്സ് സേ ഇവിടെ 5 ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ 5 ഷെയർസ്. ഒരു ബിഗ് കമ്പനി അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഇഷ്യൂ ന്യൂ ഷെയർസ്. ക്യാഷ് ഓഫർ അല്ലേ, ഷെയർ ഓഫർ കൊണ്ട് തന്നെ മേടിപ്പിക്കും. ന്യൂ ഷെയർ ഇഷ്യൂ.
ഒരു വലിയ കമ്പനി അക്വയർ ചെയ്യുന്നതുകൊണ്ട് കുറഞ്ഞ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്ത പോലെ ദേ ഹാവ് ടു ഇഷ്യൂ അറൌണ്ട് 10 ഷെയർസ് ആണെന്ന് വിചാരിക്കും, 10 ഷെയർസ്. സോ ഇപ്പം ഈ കമ്പനിയിൽ ആഫ്റ്റർ അക്വിസിഷൻ 5 ഷെയർസ് ഓൾഡ് ഷെയർസ് ഉണ്ടാവും, പ്ലസ് 10 ന്യൂ ഷെയർസ് ഉണ്ടാവും. ഇനി ഈ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഇനി ഈ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഈ കമ്പൈൻ ചെയ്ത കമ്പനിയെ. ഈ കമ്പൈൻ ചെയ്ത കമ്പനിയിൽ ഇവർക്ക് ബിഗ് അൺലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്തത് 10 ന്യൂ ഷെയർസ് ആണ്. ഓവറോൾ 15 10 ആരുടെ കയ്യിലായിരിക്കും? ആ ബിഗ് അൺലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനാ വരിക. എടാ ഇവിടെ ഇഷ്യൂ ചെയ്ത ഏതാണ്? ഷെയർസ് ആണ്. ഇവരുടെ കയ്യിലെ ഷെയർസ് എന്താവും? ക്യാൻസൽ ആയി പോകും. ഇവിടെയുള്ള ഷെയർസ് ക്യാൻസൽ ആവും. അതിന് പകരം ഈ കമ്പൈൻഡ് കമ്പനിയുടെ ഷെയർസ് ആണ് കിട്ടുക. വേണമെങ്കിൽ ആ പേര് വെച്ച് പറയാം. എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുന്നത്. ഞാൻ പേര് വെച്ച് പറയാം. എടാ എ എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു, ബി എന്ന് പറയുന്ന ചെറിയ കമ്പനി ഉണ്ടായിരുന്നു. പക്ഷെ ബി കമ്പനിയുടെ പ്രത്യേകത അത് ലിസ്റ്റഡ് കമ്പനിയാണ്. ഇവരുടെ ആകെ കൂടിയുള്ള ഷെയർസ് 5B ഷെയർസേ ഉള്ളൂ. ഇവരുടെ കുറെ എ ഷെയർസ് ഉണ്ട്, കുറെ എ ഷെയർസ് ഉണ്ട്, ഒരുപാട് എ ഷെയർസ് ഉണ്ട്. അപ്പൊ ബി കമ്പനിയാണ് എ കമ്പനിയെ അക്വയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ വലിയ കമ്പനി ചെറിയ കമ്പനി അക്വയർ ചെയ്യാറാണ്. ഇവിടെ വലിയ കമ്പനി പറയണം ചെറിയ കമ്പനിയോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ അക്വയർ ചെയ്യൂ, അതിനുവേണ്ടി നിങ്ങൾ ക്യാഷ് അല്ലാതെ 2 ഷെയർ വരും. സോ ഇവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഇനി ഈ കമ്പൈൻഡ് കമ്പനിയുടെ ഷെയർസ് ആണ് കിട്ടുക, അത് തന്നെ ലിസ്റ്റഡ് കമ്പനിയുടെ. അത് ഇവരെ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5B ഷെയർസ് ഒന്നും കൊടുത്താൽ പോരാ, ഒരുപാട് B ഷെയർസ് കൊടുക്കേണ്ടി വരും. കാരണം ഒരുപാട് എ ഷെയർസ് ക്യാൻസൽ ചെയ്തിട്ടല്ലേ അവർക്ക് B ഷെയർസ് കൊടുക്കുന്നത്. സോ 10B ഷെയർസ് എങ്കിൽ മിനിമം, ഞാൻ ചുമ്മാ ഒരു നമ്പർ പറയാം. സോ ഇപ്പൊ കമ്പൈൻ കമ്പനിയിൽ എത്ര ഷെയർസ് ആയി? ഓൾറെഡി ഉള്ള 5B ഷെയർസും പുതുതായിട്ട് കൊടുത്ത 10B ഷെയർസും. സോ ഇനി ഈ വലിയ കമ്പൈൻ ചെയ്ത ലിസ്റ്റഡ് കമ്പനിയെ കൺട്രോൾ ചെയ്യുക ഈ പഴയ എ കമ്പനിയുടെ മാനേജ്മെന്റ് ബോർഡും അവിടെ ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും. സോ ഇൻ ഇഫക്ട് എന്താ സംഭവിച്ചത്? ഒരു ബാക്ക് ഡോർ വഴി നമുക്ക് അൺലിസ്റ്റഡ് കമ്പനിയെ, ഈ വലിയ അൺലിസ്റ്റഡ് കമ്പനിയെ എന്താക്കി മാറ്റി? പറഞ്ഞേ, വലിയ ഒരു അൺലിസ്റ്റഡ് കമ്പനിയെ എന്താക്കി മാറ്റി? ലിസ്റ്റഡ് കമ്പനിയാക്കി മാറ്റി. ഇത് ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് പറഞ്ഞത്. ആരെങ്കിലും റിവേഴ്സ് ടേക്ക് ഓവറിനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് അതിന്റെ ടെക്നിക്കൽ ആർട്ടിക്കിൾ വായിക്കുന്നത് നല്ലതായിരിക്കും. നല്ലതല്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചെയ്യണം. കാരണം റിവേഴ്സ് ടേക്ക് ഓവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾ ഉണ്ട്. ഇനി ആ ടെക്നിക്കൽ ആർട്ടിക്കിൾ തന്നെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. IPO പോകുന്നതിനേക്കാളും കുറച്ചൊരു ടൈം സേവ് ചെയ്തുകൊണ്ട് റിവേഴ്സ് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ IPOന് വരുന്നതിനെക്കാട്ടും കോസ്റ്റ് കുറവായിരിക്കും. പ്ലസ് എക്കണോമിക് ഡൗൺ ടേൺ റിസെഷൻ ഉള്ള സമയത്ത് ഏത് വഴി ലിസ്റ്റിംഗ് പോസിബിൾ ആയിരിക്കില്ല. നമുക്ക് ലിസ്റ്റ് ചെയ്യണം, ബട്ട് എക്കണോമിക് റിസെഷൻ ആണ്, എക്കണോമിയിൽ ഡൗൺ ടേൺ ഉണ്ട്. ഈ സിറ്റുവേഷനിൽ ഏത് വഴി ലിസ്റ്റിംഗ് പോസിബിൾ ആയിരിക്കില്ല? IPO വഴി ഡയറക്റ്റ് ലിസ്റ്റിംഗ് പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ടൊക്കെ നമുക്ക് എക്കണോമിക് ഡൗൺ ടേൺ ഉള്ള റിസെഷൻ ഉള്ള സമയത്തും ഈ ഒരു ചെറിയ ലിസ്റ്റഡ് കമ്പനിനെ കൊണ്ട് ഷെയർ ഓഫറിലൂടെ വലിയ കമ്പനിയെ അക്വയർ ചെയ്ത് വലിയ കമ്പനിയും കൂടി ലിസ്റ്റഡ് കമ്പനിയാക്കി മാറ്റുന്ന റിവേഴ്സ് ടേക്ക് ഓവർ എന്ന പ്രോസസ്സ് നടത്താൻ പറ്റും. പക്ഷെ ഇതിന് വേറെയും കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. IPOയിലൂടെ ഡയറക്റ്റ് വേയിലൂടെ കടന്നു പോകാൻ ഒരുപാട് ടൈമും കോസ്റ്റും ഉണ്ടെങ്കിലും അവിടെ തെറോലി പഠിച്ച് കാര്യങ്ങൾ പതിയെ ഓരോ സ്റ്റെപ്പ് ആദ്യം ആപ്ലിക്കേഷൻ കൊടുത്ത് അടുത്ത ലെവലിൽ പഠിച്ച് അങ്ങനെ ലെവൽ ബൈ ലെവൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. ഇവരങ്ങനെയല്ല, ഓൾറെഡി ഉള്ള ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഭാഗമായി വരുവാണ് നമ്മൾ, അതിന്റെ കൺട്രോൾ ഡയറക്ട്ലി കിട്ടുവാണ്. സോ ഈ പ്രോസസ് ഒന്നും പഠിച്ചിട്ടില്ല, എങ്ങനെയാണ് ഒരു ലിസ്റ്റഡ് കമ്പനി റൺ ചെയ്യേണ്ടത്. ഓൾറെഡി ഉള്ള ആ ലിസ്റ്റഡ് കമ്പനി ഇല്ലേ, ചെറിയ ലിസ്റ്റഡ് കമ്പനി, അവയെ പറ്റി നല്ല രീതിയിൽ പഠിക്കേണ്ടി വരും. നമ്മൾ മറ്റൊരു കമ്പനിയുടെ ഭാഗമാകാൻ പോവാണ്. ഇനി ആ കമ്പനിയെ നമ്മളാണ് ഭരിക്കാൻ പോകുന്നത്. സോ ആ കമ്പനിയിൽ പ്രോപ്പർ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ, അവരുടെ ലിസ്റ്റിംഗ് പ്രോസസ് മര്യാദയ്ക്കാണോ നടന്നത്, നമ്മൾ അറിയാത്തതിൽ ഹിഡൻ ലയബിലിറ്റീസ് ഉണ്ടോ, ഹിഡൻ കേസസ് അവർക്ക് എഗെയിൻസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഭയങ്കര പ്രോപ്പർ ഡ്യൂ ഡിലിജൻസ് നടത്തേണ്ടി വരും. ആക്ച്വലി ഇതിനും കോസ്റ്റും ടൈം ഉണ്ട്, ഇതാരും കൺസിഡർ ചെയ്യുന്നില്ല. IPOയ്ക്ക് ടൈമും കോസ്റ്റും ഉള്ളത് പോലെ തന്നെ ഡ്യൂ ഡിലിജൻസിനും ടൈമും കോസ്റ്റ് വരുന്നുണ്ട്. ഇത് പ്രോപ്പർലി നടത്തിയിട്ടില്ലെങ്കിൽ ആ ചെറിയ ലിസ്റ്റഡ് കമ്പനിയുടെ അറിയാതെ പോയ ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വലിയൊരു ആവും. അതുപോലെ നമ്മുടെ മാനേജേഴ്സ് ഇന്നേ വരെ, നമ്മുടെ മാനേജേഴ്സ് ഇത്രയും കാലം അൺലിസ്റ്റഡ് കമ്പനിയാണ്, ഇന്നേ വരെ ഏതിലൂടെ കടന്നു പോയിട്ടില്ല ഒരു ലിസ്റ്റിംഗ് പ്രോസസ്സിലൂടെയോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനി ആയി കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ടും കുറെ എന്താ പറയാ
ഒരുപാട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ ലിസ്റ്റിംഗ് ചെയ്യുന്നത് സെബി ത്രൂ ആണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ. സോ സെബിയുടെ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ പ്രോപ്പർലി പാലിക്കണം. അതൊന്നും ഇന്നേ വരെ എന്തൊക്കെയാണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. സോ ആ എക്സ്പെർട്ടീസിന്റെ ലാക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പം അറിയാതെ പല തെറ്റുകളും ചെയ്തേക്കാം, ഒരുപാട് പെനാൽറ്റിയും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊന്ന്, ഇതിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് സ്ട്രാറ്റജി ആയിട്ടാ കാണുക, ഒരു പോർമൻ, ഒരു ബാക്ക് ഡോർ ലിസ്റ്റിംഗ് ആയിട്ടാണ്, സ്ട്രാറ്റജി ആയിട്ടാണ് മിക്കവാറും ഈ ഒരു റിവേഴ്സ് ടേക്കറിനെ പല മാർക്കറ്റിൽ റീഡ് ചെയ്യാറ്. ഇതൊരു പോസിറ്റീവ് ഇമ്പാക്ട് ആണോ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ? ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഇത്രയും എഴുതിയാൽ തന്നെ ഇതിനെ ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ടല്ല, ഓരോന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇത് ഓരോന്നും സബ് ഹെഡിങ്സ് ആണ്. ഇത് ഓരോന്നും സബ് ഹെഡിങ്സ് ആണ്. ഇത് കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള സഫീഷ്യന്റ് 6 മാർക്സ് ഉള്ള കണ്ടന്റ് എന്തായാലും ആയിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ് ഇസ് എ ഡയറക്ട് തിയറി ക്വസ്റ്റ്യൻ, അല്ലേ മക്കളെ? So you have to attend this. എങ്ങനെ അറ്റൻഡ് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ ഈ കീ പോയിന്റ്സിലെ ഈ കീ പോയിന്റ്സുകളെല്ലാം ഇനി ഇവിടെ എന്തായിട്ട് വരുന്നു, ഇത് ഓരോന്നും സബ് ഹെഡിങ്സ് ആയിട്ട് വരും. ഇത് ഓരോന്നും ഇനി സബ് ഹെഡിങ്സ് ആയിട്ട് വരും. ഇതിന്റെ ഓരോന്നിന്റെയും കീഴിൽ നിങ്ങൾ എന്തിനും കണ്ടന്റ് സംസാരിക്കണം, ഓരോരോ അഡ്വാൻറ്റേജ് എന്ന നിലക്ക്. അല്ലാതെ ബുള്ളറ്റിൻ പോയിന്റ് മാത്രം ഇട്ട് എഴുതരുത്. ഓക്കെ, ഇനി അടുത്തത് റിപ്പോർട്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്. റിപ്പോർട്ടിൻ്റെതില് റിപ്പോർട്ടിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സമയം ചിലപ്പം അധികം ലഭ്യമായിരിക്കില്ല, എസ്പെഷ്യലി കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷനും മെർജേഴ്സിനെയും ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു അറ്റൻഡ് ദിസ് ക്വസ്റ്റ്യൻ. ഇതൊരു എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഡിസ്കസ് വൈ അറ്റൻഷൻ ഓഫ് ക്രിസോസ് കമ്പനി പേസ് ടു ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് represented on the supervisory board may change when it has obtained listing. നമ്മൾ ഇത്രയും കാലം സൂപ്പർവൈസറി ബോർഡിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത സ്റ്റേക്ക് ഹോൾഡേഴ്സ് മാറും ലിസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളോട് പറയാൻ. സോ ആക്ച്വലി ഈ ഒരു പാരഗ്രാഫ് വായിച്ചാൽ അതിനുള്ള ആൻസർ ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്, നമ്മുടെ എക്സിബിറ്റ്സ് ഉണ്ടാവില്ല, എക്സാമിന് എക്സിബിറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. സോ സൂപ്പർവൈസറി ബോർഡിനെ പറ്റിയുള്ള ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ NED of supervisory board provides an extra layer of governance over the BOD. Board of Directorsന്റെ പുറമെ എക്സ്ട്രാ ഗൈഡൻസിന് NED നോൺ എക്സിക്യൂട്ടീവ് ആയ സൂപ്പർവൈസറി ബോർഡ് ഉണ്ട്. കറന്റ് ഇത് ആരൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഫ്രം ദി ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ ആരൊക്കെയുണ്ട്? ഫിനാൻസ് പ്രൊവൈഡേഴ്സ്, എംപ്ലോയീസ്, കമ്പനിയുടെ മാനേജ്മെന്റ് ടീമിൽ പെട്ട ആൾക്കാർ, ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ബോർഡാണ് NEDs വരുന്നത്. It ensures the actions taken by BOD for the benefit of all stakeholders group and to the company as a whole. Company മൊത്തമായിട്ടുള്ള ബെനിഫിറ്റിനും മാനേജേഴ്സ് ബോർഡിൽ പെട്ട ആൾക്കാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ സൂപ്പർവൈസറി ബോർഡിന്റെ കറന്റ് ഉള്ള റൂള്. ഇപ്പോഴത്തെ ഒരു any issue raised in board meetings are resolved through negotiation until an agreed position is reached. ഇവിടെ നമ്മുടെ നെഗോഷിയേഷനിലൂടെ അങ്ങോട്ട് പറഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസിഷൻ എത്തുന്നത്. ഈ ആൾക്കാരുണ്ടല്ലോ, ഈ പറഞ്ഞ ആൾക്കാർ, ഫിനാൻസ് പ്രൊവൈഡേഴ്സ്, എംപ്ലോയീസ്, കമ്പനി മാനേജ്മെന്റിൽ ഇട്ട ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, ഇപ്പം സൂപ്പർവൈസറി ബോർഡ്. ഇനി ലിസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോർഡിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം, ഒരു ബോർഡിന്റെ സ്ട്രക്ചർ ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ സെബിയുടെ കീഴിലല്ലേ വരുക. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഡിസ്കസ് വൈ അറ്റൻഷൻ Chris company pays to stakeholders represented on the supervisory board may change on it has obtained listing. ലിസ്റ്റിംഗ് നേടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ കറന്റ് അൺലിസ്റ്റഡ് കമ്പനിയാണ്. കറന്റ് ക്വസ്റ്റ്യൻ തുടക്കത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ തന്നെ ഹിന്റ് ഉണ്ട്, ലിസ്റ്റിംഗ് നേടിക്കഴിഞ്ഞാൽ എന്നുള്ളത്. സോ കറന്റ് അൺലിസ്റ്റഡ് കമ്പനിയാണ്. അൺലിസ്റ്റഡ് കമ്പനിയുടെ എന്ത് ചെയ്യണമെന്നുള്ളതും ലിസ്റ്റഡ് കമ്പനിയുടെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഏതായിരിക്കും പ്രോപ്പർലി റിട്ടേൺ ആയിട്ട് സ്ക്രൂട്ടിനി ചെയ്യുന്നത്, എഴുതപ്പെട്ടത് ഏത് തരം കമ്പനിയുടേതായിരിക്കും? ലിസ്റ്റഡിന്റെ ആയിരിക്കും, അൺലിസ്റ്റഡിന്റെ ആയിരിക്കും? വൺ ലിസ്റ്റഡ് കമ്പനി ആയി കഴിഞ്ഞാൽ റെഗുലേറ്ററി ബോർഡിൽ പറഞ്ഞിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ സെക്യൂരിറ്റി ബോർഡ് ഓഫ് ഇന്ത്യ,
സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബോർഡ് അവര് പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമായിരിക്കണം നമ്മുടെ ഇമ്പോർട്ടൻസ് പോകേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഡിസ്കസ് വൈ അറ്റൻഷൻ സി പേസ് ഇറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റെപ്രസെന്റ് ഓഫ് സൂപ്പർവൈസേഴ്സ് മേ ചേഞ്ച്. നമ്മുടെ സൂപ്പർവൈസറി ബോർഡിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഇപ്പോൾ ഉള്ള ആൾക്കാർ പറഞ്ഞത് ഫിനാൻസ് പ്രൊവൈഡേഴ്സ്, എംപ്ലോയീസ്, കമ്പനി മാനേജ്മെന്റ്. ഇവരിലോട്ടുള്ള ഈ റെപ്രസെന്റേഷന്റെ ഇമ്പോർട്ടൻസ് കുറയും, അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ കുറയും ലിസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ. എന്തുകൊണ്ട് ഉത്തരത്തിലേ ഉള്ളൂ. ലിസ്റ്റഡ് കമ്പനീസ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് ഓൾറെഡി വെൽ റിട്ടൺ ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന്റെ ഫ്രെയിമിനകത്ത് നമ്മൾ വരും. അതുകൊണ്ട് അവിടെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണോ അവർക്ക് എന്തെല്ലാം ഇൻഫർമേഷൻ കൊടുക്കണോ, അവർക്ക് എന്തെല്ലാം കമ്മ്യൂണിക്കേഷൻ കൊടുക്കണോ, അവർക്ക് എന്തെല്ലാം റിപ്പോർട്ട് കൊടുക്കണോ, ആ രീതിയിലായിരിക്കും ഇനി അറ്റൻഷൻ പോകുക. അല്ലാതെ അൺലിസ്റ്റഡ് കമ്പനികളെ പോലെ ആയിരിക്കില്ല. അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് ഒരു 4 മാർക്സിനുള്ള ഒരു 2 to 3 മാർക്സിനുള്ളത് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ റിപ്പോർട്ടിലോട്ട് ഇറങ്ങേണ്ടത്. വൈ? ബിക്കോസ് എസ്പെഷ്യലി ഞാൻ പറയുന്നു കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷന്റെയും മേജേഴ്സ് അത്രത്തോളം ഇല്ല, ബട്ട് അതിനേക്കാളും കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷന്റെ 50 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ചാലഞ്ച് ആണ്. അത് നിങ്ങൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ചാക്കുല കമ്പനി, കോനേജോ കമ്പനി, അതുപോലെ ക്രിസോസ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ വൺസ് എയും സിയും എഴുതാൻ പറ്റുന്ന തിയറിയാണ്. അത് അറ്റൻഡ് ചെയ്തു ഒരു 10 മാർക്സിന് ഇപ്പൊ അറ്റൻഡ് ചെയ്തു, 10 മാർക്സിന് അറ്റൻഡ് ചെയ്തു, ഒരു 10ൽ ഒരു 7-8 വരെ ഉറപ്പിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ അടുത്ത റിപ്പോർട്ട് ക്വസ്റ്റിലോട്ട് പോകേണ്ടത്. ആൻഡ് ഇവിടെ നമ്മൾ ഈ ബോർഡിൽ ഇവരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നില്ലേ, അതൊക്കെ സിനാരിയോ ബേസ്ഡ് ആൻസർ കൊടുക്കുകയാണ്. കറന്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അറ്റൻഷൻ പോകുന്നത് ഫിനാൻസ് പ്രൊവൈഡേഴ്സ്, എംപ്ലോയീസ്, കമ്പനീസ് മാനേജ്മെന്റ് ആണ്. ഇനി അതായിരിക്കില്ല സൂപ്പർവൈസറി ബോർഡ്, അല്ലെങ്കിൽ വേറെ തന്നെ അങ്ങനെ ഒരു ബോർഡേ ചിലപ്പോൾ ഉണ്ടാവില്ല. സൂപ്പർവൈസറി ബോർഡ് പറഞ്ഞ ബോർഡേ ചിലപ്പോൾ ക്യാൻസൽ ആവും. റൂൾസ് ആൻഡ് റെഗുലേഷൻ, റെഗുലേറ്ററി അതോറിറ്റി പറഞ്ഞ ബോർഡുകളാണ് വരും. അപ്പം സിനാരിയോ ബേസ്ഡ് ആയിട്ട് ആൻസർ എഴുതുന്നതിന് പ്രൊഫഷണൽ സ്കിൽസ് മാർക്സിലെ കൊമേഴ്ഷ്യൽ അക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? റിഗാർഡിംഗ് ദിസ് ക്വസ്റ്റ്യൻ സി, ഹൗ ടു ആൻസർ സി എന്നുള്ളതും ഒരു ക്വിക്ക് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ റിപ്പോർട്ട് ചെയ്യാം ടൈം എടുത്തിട്ട്. Is it okay everyone? Could you please respond? Okay. Yeah. ശരി. എന്നാല് ഇത് ചെയ്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് ഈ റിപ്പോർട്ടിൻ്റെത് എക്സാമിന് എങ്ങനെ ചെയ്യണം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ റിക്വയർമെന്റ് കോപ്പി പേസ്റ്റ് ചെയ്യും. ഈ റിക്വയർമെന്റ് നമുക്ക് CB പ്ലാറ്റ്ഫോമിലാകുമ്പോൾ ഇത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സാം കിട്ടുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. ക്വസ്റ്റ്യൻ B ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ റിക്വയർമെന്റിനെ തന്നെയാണ് നമ്മൾ എന്താക്കി മാറ്റേണ്ടത്? റിക്വയർമെന്റിനെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഹെഡിങ്ങും ഇൻട്രോഡക്ടറി പാരഗ്രാഫ് ആക്കി മാറ്റേണ്ടത്. സോ പ്രിപ്പയർ എ റിപ്പോർട്ട്. സോ ഹെഡിങ് ഇൻ റിപ്പോർട്ട് ഫോർ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്രിസോസ് കമ്പനി. ഇതാണ് നമ്മുടെ ഹെഡിങ്. This report prepares an extract of financial position and an estimate of Chrysos companies value to the equity holders after undertaking the restructuring programs. So ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് report also includes an explanation of the approach taken and assumptions made in estimating Chrysos companies value to the equity holders after undertaking the restructuring program. എന്നിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പാരഗ്രാഫ് മാറ്റാം. ഫർദർ മുന്നോട്ട് the report considers a discussion of the impact of the restructuring program on Chrysos company and on the venture capital organizations. So ഇത്രയാണ് നമ്മുടെ റിക്വയർമെന്റിൽ പറഞ്ഞത്.
ഫൈനലി എപ്പോഴും റിപ്പോർട്ടിന്റെ അവസാനം എന്തുകൂടി ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. ഫൈനലി റിപ്പോർട്ട് കൺക്ലൂഡ്സ് വിത്ത് വാട്ട്? ഇത് ഇതിന് കൂടെ എഴുതണം. കൺക്ലൂഡ്സ് വിത്ത് എ റെക്കമെൻഡഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നും ഇതെഴുതി. ഇനി നമ്മൾ ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും എക്സ്ട്രാക്ട് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതൊരു ഹെഡിങ് ആയിട്ട് വരും. അടുത്തത് എക്സ്ട്രാക്ട് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതടുത്ത സബ് ഹെഡിങ് ആണ്. ഇവിടെ വേണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ എന്ന പേരിൽ ഇൻട്രൊഡക്ഷൻ എന്ന ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം. ഇത് വേണ്ട എന്താ പറയുന്നത്? ദിസ് റിപ്പോർട്ട് പ്രിപ്പയർസ് ആൻ എക്സ്ട്രാക്ട് ഓഫ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷന്റെ എക്സ്ട്രാക്ട് വേണം. എടാ ഇതില് നമ്മുടെ ഒട്ടുമിക്ക റീകൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസിലും, നല്ലപോലെ കേൾക്കണേ, ഒട്ടുമിക്ക റീകൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസിലും P&L, ബാലൻസ് ഷീറ്റ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറയേണ്ടത്. നിങ്ങൾ എവിടെ പ്രിപ്പയർ ചെയ്യാറ്? എക്സൽ അല്ലേ? അല്ലേ? പക്ഷേ ഇവിടെ പ്രത്യേകം ഒരു റിക്വയർമെന്റ് ആയിട്ട് ഒരു എക്സ്ട്രാക്ട് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിന്റെ ഫ്രണ്ടിൽ കൊടുക്കുന്നതിലും കുഴപ്പമില്ല. ശരിക്കും ഏറ്റവും ഫൈനൽ ഫിഗർ അല്ലേ ഇത്? ആ ഒരു ഫൈനൽ ബാലൻസ് ഷീറ്റ് ശരിക്കും റിപ്പോർട്ടിലാണ് വരേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടേബിൾ കൊടുത്തിട്ട് ഒരു ബാലൻസ് ഷീറ്റ്, നിങ്ങൾ എക്സൽ ഒരു ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കും ബാലൻസിംഗ് ഫിഗർ ഒക്കെ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്ട്രാക്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് സമയമില്ല, നമുക്ക് ടൈം ഇല്ലെങ്കിൽ എക്സ്ട്രാക്ട് അറ്റാച്ച് എന്ന എക്സിബിറ്റ് 3 ഉണ്ട്. എക്സ്ട്രാക്ട് ഇവിടെ കണ്ട് എക്സ്ട്രാക്ട് ഓഫ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ദി എക്സ്ട്രാക്ട് ഓഫ് SOFP is provided in appendix 1. appendix 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ഫൈനൽ ഫിഗർ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുക. ഇവിടെ ബാലൻസ് ഷീറ്റ് മൊത്തമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ ടൈം ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സലിൽ കണ്ടുപിടിച്ച ബാലൻസ് ഷീറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ. ഇനി അടുത്ത എക്സ്ട്രാക്ട് ജസ്റ്റ് ഇങ്ങനെ റെഫർ ചെയ്യുന്ന കട്ട് ചെയ്യുമോ മാർക്ക്? ഇല്ല, മാർക്ക് കട്ട് ചെയ്യൊന്നും ചെയ്യുന്നില്ല. ഓക്കെ. ഇനി അടുത്ത എന്ത് വേണം? എസ്റ്റിമേറ്റ് ഓഫ് ക്രിസോസ് കമ്പനീസ് വാല്യൂ ടു ഇക്വിറ്റി ഹോൾഡേഴ്സ്. ഇതാണ് അടുത്ത ചെയ്യാൻ പറഞ്ഞത്. സോ നെക്സ്റ്റ് ഹെഡിങ് ഇറ്റ് വിൽ ബി ദിസ് വൺ. എടാ ഇതിന് അത്യാവശ്യം സമയം കൊടുക്കണം. എന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഇപ്പോഴും എഴുതി വെച്ചിട്ടാ പോവാ. എസ്റ്റിമേഷൻ of Chrysos company's value to equity holder. So valuation of equity ചെയ്യണം. Report include an explanation of the approach. Explanation of the approach taken and assumption made in estimating equity holder, equity value. എന്റെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. എന്റെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് തന്നെയാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? പറയൂ. ഇവിടെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്തിനു യൂസ് ചെയ്യുന്നത്? ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആദ്യം റിക്വയർമെന്റ് കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആയി. ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? എടാ നമ്മുടെ സ്ട്രക്ചർ ഉണ്ടാക്കണ്ടേ? ഞാൻ എന്താ എഴുതാൻ പോകുന്നത്? എക്സ്പ്ലനേഷൻ ഓഫ് ദി അപ്രോച്ച് ടേക്കൺ ഇതൊന്നാണ്. ആൻഡ് അടുത്ത ഹെഡിങ് എന്തുണ്ട്? ഇതേ ഐറ്റം എക്സ്പ്ലനേഷൻ ഓഫ് ദി അപ്രോച്ച് ടേക്കൺ ഉണ്ട്, എക്സ്പ്ലനേഷൻ ഓഫ് ദി അസംഷൻസും വേണം. എക്സ്പ്ലനേഷൻ ഓഫ് അസംഷൻസും. ഇനി ഇത് വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്രോച്ച് ടേക്കൺ എക്സ്പ്ലനേഷൻ അപ്രോച്ച് ടേക്കൺ എന്ന് കൊടുത്താൽ മതി. കുറച്ച് വലിയ ഹെഡിങ്ങൾ കഴിഞ്ഞും ചെറുതാക്കുന്നില്ല നല്ലത്. സോ അസംഷൻസ് ഇത് പ്രൊഫഷണൽ സ്കിൽസ് മാർക്സ് നല്ലപോലെ കിട്ടും. കമ്മ്യൂണിക്കേഷന്റെ 5 മാർക്കോളം ഉണ്ട് സെക്ഷൻ എയില്. ഇനി ഫർദർ ദ റിപ്പോർട്ട് കൺസിഡേഴ്സ്. ഇത് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് എഴുതേണ്ടിയിരുന്നത് എന്നുള്ളത്. So further the report considers discussion impact of restructuring program.
ആരിലൊക്കെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. വെഞ്ചർ ക്യാപിറ്റൽ മാത്രമല്ല, നല്ലപോലെ നോക്കിയേ, ആ കമ്പനിക്കില്ലേ എ ഡിസ്കഷൻ. സോ ഇമ്പാക്ട് എന്ന് ഇവിടെ തുടങ്ങാം, ഹെഡിങ് കുറയ്ക്കാം, സൈസ് കുറയ്ക്കാം. ഇമ്പാക്ട് ഓഫ് ദി റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം ഓൺ ക്രിസോസ് കമ്പനി, അതൊരു ഹെഡിങ് ആ. അതുപോലെ ഇമ്പാക്ട്, ഇത് രണ്ടാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. വെൽ സ്ട്രക്ചേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്സ് വേഗം പിടിക്കാൻ പറ്റും. ഇമ്പാക്ട് ഓഫ് ദി റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം ക്രിസോസ് കമ്പനി, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ ഇമ്പാക്ട് ഓൺ ദി റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം ഓൺ ദി വെഞ്ചർ ക്യാപിറ്റൽ ഫേം. രണ്ടുപേർക്ക് എന്ത് ഇമ്പാക്ട് എന്നുള്ളത്, ക്രിസോസ് കമ്പനിയുടെ ഇമ്പാക്ട് എന്താണ്, ഇവരുടെ ഇമ്പാക്ട് എന്താണ്. ഫൈനലി നമ്മുടെ ഒരു റെക്കമെൻഡേഷനും, ഈ റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാം നമ്മൾ ചെയ്യണോ വേണ്ടിയോ, recommendation, then report compiled by പേര് എഴുതരുത്, ഡേറ്റ്, ഇങ്ങനെ സ്പേസ് കൊടുത്ത് വെക്കുക. സോ ഇതാണ് എന്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റിൽ തന്നെ ഇവിടെ നമ്മുടെ ജനറൽ അസംഷൻ ഒരെണ്ണെങ്കിലും ഇപ്പൊ എഴുതി വെക്കണം. ജനറൽ അസംഷൻ എടാ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ അസംഷൻ ഏത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞേ? ആര് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഇൻപുട്സ് റിലേറ്റഡ് ആയിട്ടുള്ള, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻപുട്സുകളൊക്കെ അതുപോലെ തന്നെ സംഭവിക്കും. ലൈക് ടാക്സോ ഇൻഫ്ലേഷനോ അങ്ങനെ വേറെ എന്ത് ക്യാഷ് ഫ്ലോസോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ബുള്ളറ്റിനായിട്ട് എഴുതരുത്, ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ആ പാരഗ്രാഫ് അറ്റ്ലീസ്റ്റ് ഒരു എണ്ണത്തിന്റെ അസംഷനെങ്കിലും റീഡ് ചെയ്ത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ അറൌണ്ട് ആ പ്രൊഫഷണൽ സ്കിൽസ് മാർക്സിലെ 10 ഒരു 3-4 മാർക്ക് വരെ എന്തായാലും ഇപ്പോൾ നേടി കഴിഞ്ഞിട്ടുണ്ടാവും. സോ നമ്മൾ പാസ് മാർക്കിന്റെ പകുതിയോട് അടുത്ത് കഴിഞ്ഞു. ഈ തിയറി 6, ഇവിടെ ഒരു 4, 10, ഈ 10 ഒരു 5, ഏകദേശം ഒരു 10ന്റെ മുകളിലൊന്ന് 25 മാർക്സ് മതി പാസ്സാവാൻ. ഒരു വെൽ പ്ലാൻ ആയിട്ട് എഴുതിയാൽ ആൻസറിങ് ഭയങ്കരമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാർക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്തു? നിങ്ങൾ പറഞ്ഞേ, സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? എന്നോട് അറിയിച്ചേ, പറഞ്ഞേ. I want response from everyone. Have you completed this structuring? Please do respond. ഓഷോ ചോദിക്കുന്നു, സാർ സ്പെല്ലിംഗ് മിസ്റ്റേക്സിന് മാർക്സ് കിട്ടിയോ? ഇല്ല, ബട്ട് നമ്മളൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തൊട്ടടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്ന നല്ലത്, കറക്റ്റ് ചെയ്യുന്ന നല്ലത്. ശരി, ഇനി നമ്മള് ഈ പോയിന്റ് തൊട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സലിന്റെ വർക്കിലോട്ട് പോകുന്നത്. എക്സലിൽ നമ്മൾ ആദ്യം ചെയ്യുക അപ്പൻഡിക്സ് 1 എക്സ്ട്രാക്ട്. റിക്വയർമെന്റ് വായിച്ചാലേ കിട്ടുള്ളൂ. റിക്വയർമെന്റ് എന്താ? എക്സ്ട്രാക്ട് ഓഫ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ. സോ എക്സ്ട്രാക്ട് ഓഫ് SOFP ജസ്റ്റ് ആഫ്റ്റർ, ഒരു വർഷം കഴിഞ്ഞിട്ടല്ല, ജസ്റ്റ് ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ. ഇതാണ് ഒരെണ്ണം. ശരി, ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ വായിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ സിനാരിയോ കണക്റ്റഡ് ആണ്. ഒരു എക്സിബിറ്റ് അല്ല, എല്ലാം കൂടി കണക്റ്റഡ് ആണ്. ഇത് കുറച്ച് പണ്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിനാട്ടി കുറച്ചുകൂടി ഈസി ആയിട്ടായിരിക്കും റൈറ്റ് നോ വരുന്ന സിനാരിയോസ് എക്സിബിറ്റ്സുകൾ കൊടുക്കുന്നത്. കാരണം പണ്ട് പെൻ ആൻഡ് പേപ്പർ ആയിരുന്നു. ഇപ്പം എക്സാംസ് എന്തായിട്ടുണ്ട്, CB ആയതുകൊണ്ട് ഓരോ എക്സിബിറ്റ് ബ്ലോക്ക് ആക്കിയിട്ടാണ്. ഇവിടെ ബ്ലോക്ക് അല്ല, ഇത് കണ്ടിന്യൂസ് മൊത്തമായിട്ട് ഒരു സിംഗിൾ സിനാരിയോ പോലെ കിടക്കുന്നത്. ഇത് 2017 വന്നല്ലേ. സോ കുറച്ചുകൂടി സിനാരിയോ ടൈറ്റ് ആണ്. സോ ഇതിന്റെ ഒരു ബേസിക് സ്റ്റോറി എന്ന് പറയുന്നത്, ഇവിടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഒരു 8 മെമ്പേഴ്സ് കൂടിയിട്ട് ഒരു പ്രൈവറ്റ് അൺലിസ്റ്റഡ് കമ്പനി ആയിരുന്നു. ഇവര് ലിസ്റ്റിങ്ങിന് നോക്കുന്നുണ്ട്, പക്ഷെ ലിസ്റ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവർ ആദ്യം ഒരു റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം ചെയ്യുന്നു.
എന്നിട്ട് കുറച്ച് വർഷം കഴിഞ്ഞ് റിവേഴ്സ് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നുണ്ട്. 15 വർഷം മുമ്പാണ് ഇത് ഉണ്ടായത്, ഈ ബോർഡ് ഉണ്ടായത്. സോ കറന്റ്ലി ഇവരുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. 40% ഹോൾഡ് ചെയ്യുന്നത് 5 മെമ്പേഴ്സ് ആണ്, 5 സീനിയർ മെമ്പേഴ്സ് ആണ്. റിമൈനിങ് 40% ഹോൾഡ് ചെയ്യുന്നത് ഒരു 30 മെമ്പേഴ്സ് ആണ്, അതർ 30 ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവർക്ക് ബോർഡിൽ റെപ്രസെന്റേഷൻ ഇല്ല. റിമൈനിങ് 20% ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫോം ആണ്, VCO ആണ്, വെഞ്ചർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ആണ്. ഈ രണ്ടുപേർക്ക് ഇവർക്ക് ബോർഡിൽ റെപ്രസെന്റേഷൻ ഉണ്ട്, ഇവർക്കും ബോർഡിൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഈ വെഞ്ചർ ക്യാപിറ്റൽസ് എന്ത് കൊടുത്തിട്ടുണ്ട്? വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഡെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പുറമെ ഒരു സൂപ്പർവൈസറി ബോർഡ് ഇവർക്കുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് അവസാനം കൊടുത്തുള്ളത്. കറന്റ്ലി 2 ബിസിനസ് യൂണിറ്റ് ഉള്ളത്. എടാ, റീഡ് വിത്ത് യുവർ പെൻ ആണ് ഞാൻ എപ്പോഴും പറയാറ്. എസ്പെഷ്യലി റീകൺസ്ട്രക്ഷന്റെ നല്ല രീതിയിൽ വായിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഫസ്റ്റ് റീഡിങ്ങിന്റെ സമയത്ത് തന്നെ നല്ലപോലെ എഴുതി വരണം. ക്രിസോസ് കമ്പനിക്ക് എന്താ 2 യൂണിറ്റ് ആണുള്ളതെന്ന് പറയുന്നു. ഒന്ന് ഷിപ്പിംഗ് ആൻഡ് മൈനിങ്. ഇത് പ്രോപ്പർ സിനാരിയോ മനസ്സിലാക്കിയില്ല എഴുതാൻ പറ്റില്ല കേട്ടോ. ഷിപ്പിംഗ് ആൻഡ് മൈനിങ് ഉണ്ട്, ഒരു യൂണിറ്റ് ഇതാണ്. ആൻഡ് മറ്റതിന്റെ രണ്ടാമത്തെ ബിസിനസ് ഏതായിരുന്നു? മിഷനറി പാർട്സ് മാനുഫാക്ചറിങ് യൂണിറ്റ്. പാർട്സ് മാനുഫാക്ചറിങ്, മിഷനറി പാർട്സ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. ഈ 2 യൂണിറ്റ് ആണുള്ളത്. റീകൺസ്ട്രക്ഷൻ, ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്, ബിസിനസ് റീഓർഗനൈസേഷൻ ഉണ്ട്. ബിസിനസ് റീഓർഗനൈസേഷനിലാണ് സെൽ ഓഫ്, സ്പിൻ ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, കറന്റ്ലി 80% ഓഫ് ദി റവന്യൂ നോൺ കറണ്ട് പേയബിൾസ് ഏതിൽ നിന്നൂടെയാണ്? മൈനിങ് ആൻഡ് ഷിപ്പിംഗ് ആണ്. സോ ഏതൊക്കെയാ പറഞ്ഞത്? സെയിൽസ്, നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്, പിന്നെ ലയബിലിറ്റിയിൽ ഏതെങ്കിലും ഉണ്ടോ? ലയബിലിറ്റിയിൽ ഏതാ പറഞ്ഞത്? പേയബിൾസ്. ഇതിന്റെ റേഷ്യോ എങ്ങനെയാണെന്നാ പറഞ്ഞത്? സെയിൽസ്, നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റിന്റെ റേഷ്യോ എങ്ങനെയാ? ഇവര് 80%, അങ്ങനെയാണ്. ഇത് എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 20%. വേറെ പറയുന്നു കോസ്റ്റിന്റെ എത്ര പെർസെന്റേജ് ആണ്? 75% ആണ്. സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ 75%ഉം 25% ആണ്. ഇതൊക്കെ റീഡ് വിത്ത് യുവർ പെൻ ആണ്. അപ്പൊ നല്ല ഐഡിയ കിട്ടും, എഴുതി വെച്ച് ചെയ്യുമ്പോൾ. ഇനി the smaller machinery part manufacturing business units 20% ആവും, 25 നമ്മളിപ്പോ എഴുതി വെച്ചു. ക്ലിയർ? ഇതാണ് നമ്മുടെ കറന്റ്ലി ഉള്ള PBI. എപ്പോഴും ഹെഡിങ് നോക്കണ്ടാവും. നമ്മൾ പല ക്വസ്റ്റ്യനിലും, ലൈക് കൊനേജോ ക്വസ്റ്റ്യനിലും പിന്നെ വേറെ ഏതോ ഒരു ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് ഇപ്പോ ഉള്ള, കഴിഞ്ഞതല്ല, ഭാവിയിൽ വരാൻ പോകുന്ന ഫോർകാസ്റ്റഡ് P&L ബാലൻസ് ഷീറ്റും തരാറുണ്ട്. ഫോർകാസ്റ്റഡ് P&L ബാലൻസ് ഷീറ്റും ആണെങ്കിൽ അടുത്ത വർഷത്തെ പ്രോഫിറ്റ് അത് ഓൾറെഡി റീറ്റെയിനൻസിൽ ആഡഡ് ആണ്. ഇവിടെ തന്നത് ഫോർകാസ്റ്റഡ് ആണോ, അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ റീസെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണോ തന്നത്? ഫോർകാസ്റ്റഡ് ആണോ, ജസ്റ്റ് കംപ്ലീറ്റഡ് ആണോ? ഇത് ഹെഡിങ് വായിക്കണം. ദി മോസ്റ്റ് റീസെന്റ്, ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് ആണ് തന്നത്. നിങ്ങൾ എപ്പോഴും നോക്കണം ഏത് ബാലൻസ് ഷീറ്റ് ആണ് തരുന്നത്. ഇപ്പൊ സെൽ ഓഫ് ഇതൊന്നും നടന്നില്ല, റീകൺസ്ട്രക്ഷൻ നടന്നില്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഫോർകാസ്റ്റഡ് P&L ബാലൻസ് ഷീറ്റ് തരാറുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഡേറ്റുകൾ നല്ലപോലെ നോക്കണം, P&L ബാലൻസ് ഷീറ്റും. എടാ, ഇത് എന്താ ഫോർകാസ്റ്റഡ് അല്ല, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ഇപ്പൊ നിൽക്കുന്ന പോയിന്റ് ഓഫ് ടൈമിന്റെ ബാലൻസ് ഷീറ്റ് ആണ്. ഇതേ ഡേറ്റിൽ റീകൺസ്ട്രക്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ വരാൻ പോകുന്ന ബാലൻസ് ഷീറ്റ് വരയ്ക്കാനാ പറഞ്ഞത്. ഇസ് ദാറ്റ് ക്ലിയർ? അതിന്റെ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ എന്ത് വരയ്ക്കണം, എന്ത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മനസ്സിലായാലേ ലൈക്ക് നമുക്ക് ആൻസറിങ് പ്രോപ്പർലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? 1 ഇയർ കഴിഞ്ഞിട്ടുള്ള SOFP ആണോ, ജസ്റ്റ് നെക്സ്റ്റ് ഡേ വരുന്ന SOFP ആണോ നമുക്ക് വേണ്ടത്? ആഫ്റ്റർ റീകൺസ്ട്രക്ഷന്റെ 1 ഇയർ കഴിഞ്ഞിട്ടുള്ളോ, ജസ്റ്റ് നെക്സ്റ്റ് ഡേ കഴിഞ്ഞിട്ടുള്ളതാണോ?
നെക്സ്റ്റ് ഡേ 1 year കഴിഞ്ഞിട്ടാണെങ്കിൽ ക്വസ്റ്റ്യൻ ആദ്യം എന്ത് പ്രിപ്പയർ ചെയ്യാം, ആദ്യം നമ്മുടെ P&L പ്രിപ്പയർ ചെയ്യാൻ പറയും, അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. സോ 1 year P&L കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഷീറ്റ് ദാറ്റ് ഇസ് ആഫ്റ്റർ 1 year. ദിസ് ഇസ് വെരി നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ദ റീകൺസ്ട്രക്ഷൻ. സോ ഇതാണ് നമുക്ക് തന്നുള്ള ബാലൻസ് ഷീറ്റ്. എടാ IFRS പോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കി ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് ആയിരിക്കോ നമുക്ക് വരിക, അല്ലെങ്കിൽ ജസ്റ്റ് പ്ലസ് ഓ മൈനസ് ആയിരിക്കോ നമുക്ക് വരിക? പറഞ്ഞേ. പ്ലസ് ഓർ മൈനസ്. പ്ലസ് ഓ മൈനസ് ഉണ്ടാവത്തുള്ളൂ. സോ ഈ എക്സ്ട്രാക്റ്റിൽ ആദ്യം തന്ന ബാലൻസ് ഷീറ്റ് അതുപോലെ തന്നെ എഴുതി വെക്കുക. ആ ഫിഗറിനോട് പ്ലസ് ഓ മൈനസ് ആണ് നമ്മൾ ചെയ്യുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ്സ് ആൻഡ് ബിൽഡിംഗ് is equal to 7,500. Then equipment 5,400. Non-current asset avada kadinu. Current asset inventory 1,800. Then receivables 900. Total assets. Next, share capital. Share capital par value 1 ആണ് 1,800. Current reserves 5,400. Non-current liability 4.5% unsecured bond ഉണ്ട്. ആൻഡ് പ്രത്യേകം എടുത്ത് പറയുന്നു, ഇതാ VCOനോട് എടുത്ത ഫണ്ടാണ്. VCOനോട് ഷെയർ മാത്രമല്ല, എത്ര പെർസെന്റ് ഷെയർസ് ഉണ്ടായിരുന്നു അവർക്ക്? 20%. നമ്മൾ എന്തോ കണ്ടായിരുന്നു, 20% ഫണ്ടും ഉണ്ട്. അതിന് പുറമെ അവരോട് ഡെപ്റ്റ് റേസ് ചെയ്തിട്ടുണ്ട്. എത്ര അവരോട് ഡെപ്റ്റ് റേസ് ചെയ്തേ? 4,800. Then other debt ഉണ്ട് 1050. പിന്നെ payables 750. Bank overdraft 1,800. എന്നാൽ ഇതിന്റെ എല്ലാത്തിനും സം എടുക്കുന്നു. Total equity and liability. ഇത് ആസ് പെർ ക്വസ്റ്റ്യൻ ആണ്. ശരി, ഞാൻ ക്വസ്റ്റ്യൻ ഓർഡറിലാണ് വായിച്ചു പോകുന്നത്. ഒന്നുമില്ലായിരുന്നെങ്കിൽ വേറൊരു പരിപാടിയും ചെയ്താൽ ഇതാണ് ഉണ്ടാവുക. ഇത് ഈ വർഷത്തെ P&L, ഈ വർഷം കഴിഞ്ഞ പോയിന്റ് ഓഫ് ടൈമിലെ ബാലൻസ് ഷീറ്റ്. ഓക്കെ അല്ലേ? കൂടെയല്ലേ നിങ്ങള്? Shall we continue? Yes, sir. Yeah. എടാ നമ്മുടെ ലേറ്റസ്റ്റ് എക്സാംസിന് ഡേറ്റ ഇതിനായിട്ട് എളുപ്പമായിരിക്കും. എക്സിബിറ്റ് ആയിരിക്കും. ഇവിടെ ഉണ്ടോ ചെറിയ ചെറിയ ഹെഡിങ് ആയിട്ട് കൊടുത്തത്. നമുക്കിത് ഓരോരോ എക്സിബിറ്റ് ആയിരിക്കും. എക്സിബിറ്റുകൾ തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടാവില്ല. റിക്വയർമെന്റ് ഓർഡറിൽ തന്നെയായിരിക്കും ലേറ്റസ്റ്റ് CB എക്സാംസ് വരിക. ഇനി ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലും റീസ്ട്രക്ചറിങ് പ്രോഗ്രാം എന്തിനാ നടത്തുന്നത് പറയും. നമ്മൾ പല ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട്, വാക്ക് കുറയ്ക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസിന്റെ ഓപ്പറേഷൻ കുറച്ച് സ്മൂത്ത് ആകാന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഗിയറിംഗ് കുറയ്ക്കാനാണ്. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്താ? ദ പർപ്പസ് ഓഫ് റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം ഇസ് ടു സിംപ്ലിഫൈ ഗിയറിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്ട്രാ ഫണ്ടിങ് ടു എക്സ്പാൻഡ് മൈനിങ് ആൻഡ് ഷിപ്പിംഗ് ബിസിനസ്. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ സെക്ടർ സ്മൂത്തൻ ചെയ്യും വേണം. ഷിപ്പിംഗ് ആൻഡ് മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ ഗിയറിംഗ് വളരെ ഹൈ ആണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് പ്രകാരം ഇവർക്ക് എന്തെയില്ല, എക്സ്ട്രാ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ റീകൺസ്ട്രക്ഷൻ പ്ലാൻ താഴെ പറയുന്നുണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ് ഗിയറിംഗ് കുറയ്ക്കാൻ വേണം. ഈ ഷിപ്പിംഗ് ആൻഡ് മൈനിങ്ങിനുള്ള, അതിനെ വീണ്ടും നന്നാക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള എന്തും കണ്ടെത്തണം, എക്സ്ട്രാ ഫണ്ടും. ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ റീസ്ട്രക്ചറിന് ശേഷം ഇത് രണ്ടും നമുക്ക് അച്ചീവബിൾ ആണെങ്കിൽ റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാമിന് യെസ് പറയണോ നോ പറയണോ? യെസ് പറയണോ നോ പറയണോ? പറഞ്ഞേ. യെസ് പറയണം. സോ ഞാൻ ഇത് പറയാനുള്ള, നമുക്കൊരു റെക്കമെൻഡേഷൻ കൊടുക്കണ്ടേ?
റെക്കമെൻഡേഷൻ കൊടുക്കണ്ടേ? റെക്കമെൻഡേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും റീകൺസ്ട്രക്ഷൻ എല്ലാവർക്കും ഇപ്പൊ NPV ബസ്സിൽ NPV പോസിറ്റീവ് ആണെങ്കിൽ യെസ് പറയും, NPV നെഗറ്റീവ് ആണ് നോ പറയും. റീസ്ട്രക്ചറിങ് പ്രോഗ്രാമിന് ഇതിന് റെക്കമെൻഡേഷൻ ചെയ്യണോ വേണ്ടിയോ എന്ന് എല്ലാവരും കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കും. അപ്പൊ അതിന് ഞാൻ പറയുന്നു, ക്വസ്റ്റ്യൻ അകത്ത് ഈ റീസ്ട്രക്ചറിങ് പ്രോഗ്രാം നടത്തുന്നത് എന്തിനാന്നുള്ള ഒബ്ജക്റ്റീവ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണെങ്കിൽ ഇതിനെ റെക്കമെൻഡേഷൻ പറയോ യെസ് ഇതിനെ ചെയ്യണം. ബട്ട് ഇതെല്ലാം എസ്റ്റിമേഷന്റെ ബേസിലാണ്. എസ്റ്റിമേഷൻസ് ഒക്കെ മാറാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഒരു സെൻസിറ്റീവ് അനാലിസിസ് സിനാരിയോ അനാലിസിസും ചെയ്തിരിക്കണം. ആ സെൻസിറ്റിവിറ്റിയും സിനാരിയോ അനാലിസിസും നമ്മുടെ കോമൺ അല്ലേ റെക്കമെൻഡേഷനില്? ആണല്ലോ. സോ ഒരു കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിന്റെ എന്താ റെക്കമെൻഡേഷൻ എങ്ങനെയായിരിക്കണം എന്ന് ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ റീഡ് ചെയ്യുമ്പോഴേ റീസ്ട്രക്ചറിങ് പ്രോഗ്രാമിന്റെ എന്ത് ഐഡന്റിഫൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പറഞ്ഞേ, റീസ്ട്രക്ചറിങ് സിനാരിയോയിൽ എന്ത് തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റീസ്ട്രക്ചറിങ് പ്രോഗ്രാം നടത്തുന്നതിന്റെ എന്ത് ഒബ്ജക്റ്റീവ്. മിക്കവാറും വാക്ക് കുറയ്ക്കാനോ, മിക്കവാറും ഗിയറിംഗ് കുറയ്ക്കാനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫണ്ട് കണ്ടെത്താനോ, വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. സോ ആ കണ്ടന്റ് വെച്ചിട്ടാണ് നിങ്ങൾ റെക്കമെൻഡേഷൻ ചെയ്യുന്നത് പറയേണ്ടത്. നിങ്ങളുടെ റെക്കമെൻഡേഷൻ തെറ്റാണെങ്കിലും നിങ്ങളുടെ എന്ത് പ്ലാനിനാണ് ഈ റീസ്ട്രക്ചറിങ് പ്രോഗ്രാം നടത്തുന്നത് എന്ന് നിങ്ങൾ സിനാരിയോന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അത് റെക്കമെൻഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രൊഫഷണൽ സ്കിൽസ് മാർക്സ് കിട്ടും. ക്ലിയർ. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലും മേജേഴ്സിന്റെ ഒക്കെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ എഴുതാറുണ്ട്. കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷൻ എഴുതുന്നത് വീക്ക് ആണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലൂ തന്നിട്ടുള്ളത്. ഹോപ്പ് ഇറ്റ്സ് എ ഗുഡ് ക്ലൂ. കറക്റ്റ് അല്ലേ? ശരി. മറ്റേ മാനുഫാക്ചറിങ് യൂണിറ്റ്സിനെ പറ്റി പറയുന്നു ഇവിടെ. ഇതിനു വേണ്ടിയിട്ട് ആരെ വിൽക്കാനാണ് തീരുമാനിക്കുന്നത് മുകളിൽ പറഞ്ഞിരുന്നടാ, ഞാൻ ശ്രദ്ധിച്ചില്ല ഒന്നും. ഇല്ല, താഴെ പറയുന്നത് ആരെ വിൽക്കാൻ തീരുമാനിക്കുകയാണ്? ഏതിനെ? ഏതിലാണ് നമ്മൾ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടത്? ഷിപ്പിംഗ് ആൻഡ് മൈൻഡിങ്ങിലാണ്. ഇത് നമ്മുടെ സ്മോൾ ബിസിനസ് യൂണിറ്റ് ആണ്. ഇതാണ് മെയിൻ ബിസിനസ്. ഷിപ്പിംഗ് 80% റവന്യൂ ഒക്കെ തരുന്നത്. സോ സ്മോളർ മെഷീനറി പാർട്ട് നമുക്ക് ഒന്നുകിൽ എങ്ങനെ വിൽക്കാം? ഒരു ലോക്കൽ സപ്ലയർക്ക് വിൽക്കാം. അയാൾ എത്ര പൈസ തരാൻ തയ്യാറാണ്? 3102. So this is one option. ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു ചോയ്സ് ആണ്. or വേറെ ഓപ്ഷൻ എന്താ ഉള്ളത്? ഇത് ആർക്ക് വിൽക്കാം? മാനേജേഴ്സിന് വിൽക്കാം. ഓർ ഇത് മാനേജേഴ്സിന് വിൽക്കാം. വിൽക്കുകയാണെങ്കിൽ അടുത്ത വർഷങ്ങളിലൊക്കെ എത്ര ഇൻക്രീസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ എത്ര പൈസ തരാനാണ് തയ്യാറ്? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത മാർക്കറ്റ് വാല്യൂന്റെ 70% അവർ തരാൻ തയ്യാറാണ്. ഈ 70% കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ആൻസർ 4000 ആണെന്ന് വിചാരിക്കൂ. നിങ്ങൾ ഏതായിരിക്കും ചെയ്യുക? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും, സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ചെയ്യുക? എന്തായാലും ഇതിനെ വിൽക്കണം. സ്മോൾ പാർട്ടിനെ വിൽക്കണം. ഒന്നെങ്കിൽ ലോക്കൽ സപ്ലയർക്ക് വിൽക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജേഴ്സിന് തന്നെ അതിന് വിറ്റൊഴിവാക്കാം. മാനേജേഴ്സിന് വിറ്റാനുള്ള പൈസ തന്നിട്ടില്ല, പക്ഷെ പൈസ കണ്ടുപിടിക്കാനുള്ള എസ്റ്റിമേഷൻ ചെയ്യാനുള്ള ഡേറ്റ തന്നിട്ടുണ്ട്. ആ ഡേറ്റ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിച്ച എമൗണ്ട് 4000 ആണെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ പറയാ? ഫസ്റ്റ് ഓപ്ഷൻ ആണോ സെക്കൻഡ് ഓപ്ഷൻ ആണോ പറയോ? സെക്കൻഡ് ഓപ്ഷൻ. സോ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ചാലഞ്ച് ആവാനുള്ള കാരണം ഇവർ തന്നെ രണ്ട് എമൗണ്ട്, ഇതിൽ ഏത് എടുക്കണം? ഈ കിട്ടുന്ന പൈസ ആയിരിക്കും നമ്മൾ നമ്മുടെ കറണ്ട് അസറ്റിൽ ആഡ് ചെയ്യുക. നമുക്കൊരു കറണ്ട് അസറ്റിൽ റീസ്ട്രക്ചറിങ് പ്രോഗ്രാം മീൻസ് ഞാൻ ആരെ വിൽക്കുവാണ്? ഈ ഒരു യൂണിറ്റിന് വിൽക്കുന്നു. അപ്പൊ ഒരു ക്യാഷ് ബാലൻസ് കൂടും. വേറെങ്കിൽ ക്യാഷ് ബാലൻസിന്റെ ബാലൻസിംഗ് ഫിഗർ ആക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാളെ നമ്മൾ കൂടുതലും ബാലൻസിംഗ് ഫിഗർ ആക്കാറ്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ബാലൻസിംഗ് ഫിഗർ എടുത്താൽ ചെയ്യോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്? ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ റിസർവ്. ഏതാണോ എളുപ്പം എന്ന് നിങ്ങൾ നോക്കുക, അതിനെ ബാലൻസിംഗ് ഫിഗർ ആക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹിന്റ് ഉണ്ട്. നിങ്ങൾ ആരുടെ വാല്യുവേഷൻ ചെയ്യണം? ഇവിടെ നിങ്ങോട്ട് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ 4000 നമുക്ക് അറിയില്ല. ആരുടെ ഏത് യൂണിറ്റിന് മാത്രം വാല്യുവേഷൻ കണ്ടുപിടിക്കണം? മെഷീനറി. ബിഗർ യൂണിറ്റിന്റെ ആണോ സ്മോളർ യൂണിറ്റിന്റെ ആണോ? പറഞ്ഞേ. സ്മോളർ യൂണിറ്റിന്റെ. സോ സ്മോളർ യൂണിറ്റിനെ പറയുന്നു അൺബണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ it is estimated that after tax net cash flow will increase by 8% in the first year. പിന്നീട് അത് അങ്ങോട്ട് അതേ എമൗണ്ട് ആയിരിക്കും വരിക. അവരുടെ റെലവെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. സോ നിങ്ങൾക്ക് അസംഷനിൽ വേണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം? ചാലഞ്ച് ചെയ്യാം. ഏത് മാർക്സ് കിട്ടാൻ? ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. ഈ ഡേറ്റ
എങ്ങനെ കിട്ടിയതാണ് ഇതിന്റെ ഫർദർ ഇൻഫർമേഷൻ അറിയണമെന്നുള്ളത് പ്രൊഫഷണൽ സ്കെപ്റ്റിക്സിന്റെ മാർക്കിന് വേണ്ടി നിങ്ങൾ ചാലഞ്ച് ചെയ്യാതെ ഇപ്പൊ തന്നെ എഴുതണം. പ്ലസ് വാല്യുവേഷന്റെ കേസിൽ പെർപെച്വിറ്റി റിലേറ്റഡ് ആയിട്ട് വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ എടാ ഇതിലെന്താ പെർപെച്വിറ്റിയിൽ ഒരേപോലെ കണ്ടിന്യൂ ചെയ്യുന്നല്ലേ. സോ ഇവിടെ രണ്ട് അസംഷൻ എഴുതാൻ നിങ്ങൾക്ക് ഇപ്പോൾ. ഒന്ന് ഇവിടെ ഈ എസംഷൻ നമ്പർ ചെയ്ത് കഴിഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ഉറപ്പാണ് നമ്പർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ കുറച്ച് എസംഷൻസ് ഉണ്ടെന്ന്. ഇവിടെ പെർപെച്വിറ്റിയുടെ എസംഷൻ കൊടുക്കാം. എന്താ പെർപെച്വിറ്റിയുടെ എസംഷൻ? ഇതേ ഫിഗർ തന്നെ ഇൻഫിനിറ്റ് പീരീഡിലോട്ട് കണ്ടിന്യൂ ചെയ്യും എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ വാല്യുവേഷൻ ഒക്കെ ചെയ്തത്. പക്ഷെ ഇൻ റിയാലിറ്റി ഇത് തന്നെ ആയിരിക്കില്ല, ഇതേ ഗ്രോത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്നില്ല, അല്ലെ ഇതേ ക്യാഷ് ഫ്ലോ ഇൻഫിനിറ്റിലോട്ട് വരിക. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 10 ആണെന്ന് ഗിവൺ ആണ്. സോ അതിനെന്ത് ചെയ്യുക, ചാലഞ്ച് ചെയ്യുക. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് അറിയണം. കാരണം നമ്മുടെ വാല്യുവേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, അസംഷൻസ് ഒക്കെ ഇത് 10 തന്നെ വരുമെന്ന. സോ ഈ 10 എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള ഫർദർ ഇൻഫർമേഷൻ വേണം. ഇത് എപ്പോ എഴുതണം? എടാ കുട്ടികള് റിപ്പോർട്ടിനെ വേറെയും ന്യൂമറിക്കൽ വേറെ ആയിട്ടാണ് കാണുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, ഒരു ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ തന്നെ ആ ന്യൂമറിക്കലിന് വേണ്ട അസംഷൻസ് ഉണ്ട് എന്ന് തോന്നിയാൽ അത് ആദ്യം എഴുതുക, എന്നിട്ട് ന്യൂമറിക്കൽ കണ്ടുപിടിക്കുക, ആ ഫിഗർ ഫൈനൽ ഫിഗർ നിങ്ങളുടെ ഇതിലോട്ട് എത്തിക്കുകയും ചെയ്യുക. Is it okay? ഇത് ഫുൾ പെർഫെക്റ്റ്ലി ചെയ്യാൻ പറ്റുന്നില്ല. ആ തിയറീസ് ഒക്കെ എഴുതി കുറച്ച് ഈ കണ്ടന്റ് എഴുതി കൊടുക്കുമ്പോൾ തന്നെ നല്ല മാർക്സ് വന്നു കഴിഞ്ഞു. ടൈം കംപ്ലീറ്റ് ആയെന്ന് തോന്നിയാൽ കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മിനിമൽ ഫിഗേഴ്സ് ഇട്ട് റെക്കമെൻഡ് ചെയ്ത് വേഗം അടുത്ത ക്വസ്റ്റിലോട്ട് പോവുക. എന്തെങ്കിലും ചോദിച്ചു അതിന് ഇൻ ബിറ്റ്വീൻ ആരെങ്കിലും? ഞാൻ കേട്ടില്ല. ഓക്കെ, സോ ഇതിന്റെ വാല്യുവേഷൻ ചെയ്യാനുള്ള ബാക്ക് തന്നിട്ടുണ്ട്. ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കണ്ടേ? സാധാരണ നമ്മൾ ഫ്രീ ക്യാഷ് ഫ്ലോസ് ഒക്കെ കണ്ടുപിടിക്കാറ് ഏതിൽ നിന്നാണ്? ഫ്രീ ക്യാഷ് ഫ്ലോസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാതെ ഏതിൽ നിന്നാണ് പറഞ്ഞേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് നമുക്ക്. ഈ സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് അവർക്കുള്ള? സ്മോളറിന് 20%, കോസ്റ്റിന്റെ എത്ര പെർസെന്റേജും? 25%, അല്ലെ? സോ ഇത് ഉപയോഗിച്ച് നമ്മൾ ബിഫോർ ഡെപ്രിസിയേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ക്ലിയർ? പിന്നെ കുറച്ചുകൂടി താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഡെപ്രിസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ഡെപ്രിസിയേഷൻ റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. All non-current assets are eligible for എത്രയാണ്? 12% depreciation of their book value പറഞ്ഞിട്ടുണ്ട്. ടാക്സ് 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആരുടെ വാല്യുവേഷൻ ചെയ്യണം എന്നർത്ഥം? വർക്കിംഗ് നോട്ടിൽ ആരുടെ വാല്യുവേഷൻ ചെയ്യണം? മെഷീൻ വാല്യുവേഷൻ ഓഫ് സ്മോൾ മെഷീനറി മാനുഫാക്ചറിംഗ് യൂണിറ്റ്. മെഷീനറി മാനുഫാക്ചറിംഗ് യൂണിറ്റ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും ക്ലാരിറ്റി എക്സാമിന് ഉണ്ടാവില്ല ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. സോ കറണ്ട് ഡീറ്റെയിൽസ് പ്രകാരം എത്രയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഈ യൂണിറ്റിനുള്ള സെയിൽസ്? ഇപ്പോൾ ഉള്ള സെയിൽസിന്റെ 20%. 16,800 20%. 16,800 20%. അതുപോലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 10,080 25%. 10,080 25%. നമുക്ക് സാധാരണ തരാറ് PBIT അല്ലായിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്മൾ മിക്കവാറും ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ സെയിൽസ് തരും, എന്നിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിന്റെ PBITയുടെ പെർസെന്റേജ് ആണ് തരാറ്. ഇവിടെ PBIT അല്ല തന്നത്, ഇത് PBDIT എന്നാ പറഞ്ഞത്. കറക്റ്റ് അല്ലേ? ഡെപ്രീസിയേഷൻ കുറഞ്ഞിട്ടില്ല. നമുക്ക് സാധാരണ തരുന്ന PBITയിൽ ഓൾറെഡി ഡെപ്രീസിയേഷൻ കുറഞ്ഞത് കൊണ്ട് നമുക്ക് ടാക്സ് ഒക്കെ അതിന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ടാക്സിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ആരെ കുറയ്ക്കണം? എടാ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആരെ കുറയ്ക്കണം? ആണെങ്കിൽ ഓൾറെഡി എന്ത് കുറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏതാ തരാറ്? PBIT ആണോ PBDIT ആണോ? പറഞ്ഞേ, PBIT ആണോ PBDIT ആണോ തരാറ്? ഓൾറെഡി എടാ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനം ഞാൻ ഇവിടെ എഴുതി വെക്കുന്നത്. ഓൾറെഡി ഡെപ്രീസിയേഷൻ റെഡ്യൂസ്ഡ് ആണ്. അതുകൊണ്ടായിരുന്നു നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡെപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നു? ആഡ് ബാക്ക് ചെയ്യുന്നു.
എന്നിട്ട് മറ്റേ റീപ്ലേസ്മെന്റ് കോസ്റ്റ് മൈനസും ചെയ്യും അല്ലേ? ഇതല്ലായിരുന്നു ചെയ്യാറ്. Yes, sir. PBIT തന്നാൽ ഓൾറെഡി ഡെപ്രിസിയേഷൻ റെഡ്യൂസ്ഡ് ആണ്. PBIT തന്നാൽ ഓൾറെഡി ഡെപ്രിസിയേഷൻ റെഡ്യൂസ്ഡ് ആണ്. എന്നിട്ട് ആ ഫിഗർ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ നോൺ ക്യാഷ് ആയ ഡെപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. എന്നിട്ട് റീപ്ലേസ്മെന്റ് കോസ്റ്റ് മൈനസ് ചെയ്യണം. ഇത് രണ്ടും ആണ് നമ്മൾ സെയിം ആണെങ്കിൽ ഇത് രണ്ടും ചെയ്യേണ്ടതാ നമ്മൾ പറയുക. ഇത് രണ്ടും ചെയ്യേണ്ടതാ പറയുക. ഓൾറെഡി ഡെപ്രിസിയേഷൻ കുറച്ചിട്ടുണ്ട്. പറഞ്ഞ PBDIT ഓൾറെഡി ഡെപ്രിസിയേഷൻ കുറഞ്ഞിട്ടുണ്ടോ? Yes or no? ഇല്ല. PBDIT ആണ് തന്നെങ്കിൽ വാല്യുവേഷനിൽ പഠിച്ചു വെച്ചോ. കോമൺ മിസ്റ്റേക്ക് ആണ്, എക്സാമിന് നമ്മൾ കൊടുക്കുന്നതാണ്. PBDIT എന്ത് കുറഞ്ഞിട്ടില്ല? ഡെപ്രിസിയേഷൻ കുറഞ്ഞിട്ടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് കുറയ്ക്കണം? പറഞ്ഞേ. ലെസ് ഡിപ്രീഷിയേഷൻ. ലെസ് ഡെപ്രിസിയേഷൻ എന്തായാലും ചെയ്യണം. നോൺ ക്യാഷ് ആണെന്ന് കരുതി അതിനെ ഒഴിവാക്കല്ലേ? ഇത്രയും കാലം PBIT എന്നുള്ളത് അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ കുറഞ്ഞിട്ടില്ല. സോ ഡെപ്രിസിയേഷൻ നോൺ കറന്റ് അസറ്റിന്റെ എത്ര ടോട്ടൽ നോൺ കറന്റ് അസറ്റ് ഉണ്ട്? 7,500 5,400 ഇതല്ലേ ടോട്ടൽ നോൺ കറന്റ് അസറ്റ്. എത്രയുണ്ട് ഇത്? അത് ചെയ്യണ്ട, ഇതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. 7,500 പ്ലസ് 5,400 ഇത്രയും നോൺ കറന്റ് അസറ്റ് ഉണ്ട്. ഇതിന്റെ എത്ര പെർസെന്റേജ് ആണ് ഈ സ്മോളർ യൂണിറ്റിനുള്ളത്? 20%. 20%. അത്രയും ക്യാരിങ് വാല്യൂന്റെ എത്ര ഡെപ്രിസിയേഷൻ വരുമെന്നാണ് സിനാരിയുടെ താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 12%. ബുക്ക് വാല്യൂന്റെ 12%. ബുക്ക് വാല്യൂടെ 12%. സോ ഇവിടെ ഡേറ്റ കുറെ താഴെയാണ് കൊടുത്തത്. നമ്മുടെ ലേറ്റസ്റ്റ് എക്സാമിന് ഒരു എക്സിബിറ്റിന്റെ അകത്ത് തന്നെ ഇത് ഒന്നിച്ചു കൊടുക്കും. എടാ ഇത് മുകളിൽ കുറച്ചുകൂടി നേരത്തെ തരുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ടു നോ ഓക്കെ ഇവിടെ ഡെപ്രിസിയേഷൻ വരാനുണ്ട് എന്നുള്ളത്. ലേറ്റസ്റ്റ് എക്സാമിന് എല്ലാം ഒരു സിംഗിൾ എക്സിബിറ്റ്, ഒരു എക്സിബിറ്റിന് വേണ്ട അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷന് വേണ്ട എല്ലാ ഡേറ്റയും ഒരു സിംഗിൾ എക്സിബിറ്റിലാണ് കൊടുക്കാറ്. പണ്ട് ഞങ്ങളൊക്കെ എഴുതിയ സമയത്ത് 2010 ഒക്കെ ഉള്ള പീരീഡ് 11 പീരീഡിൽ പെൻ ആൻഡ് പേപ്പർ ആണ്. സോ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ബബിൾ ചെയ്ത് നോക്കി, ഓക്കെ ഇത് ക്വസ്റ്റ്യൻ A1 ആണ്, ഇത് A2 വേണ്ടതാണ്. ഇപ്പൊ ആ പ്രശ്നം നിങ്ങൾക്കില്ല, CBയിൽ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഡെപ്രിസിയേഷൻ. എന്നാൽ ഇനി നമുക്ക് എന്ത് കിട്ടും? PBIT കിട്ടും. ഈ 530 ആണ് PBIT. എടാ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? പറഞ്ഞേ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? Yes, sir. സർ ഡിപ്രീഷിയേഷന്റെ റേറ്റ് എത്രയായിരുന്നു? Depreciation is 12%. So PBIT വന്നു 530.4. ഇനി ഇതിന്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് നമ്മൾ കുറയ്ക്കില്ല, കാരണം ഈ വാക്കിനകത്ത് ഏതുകൂടി ഇൻക്ലൂഡഡ് ആണ്? ഈ വാക്കിനകത്ത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ വാക്കിനകത്ത് KD എന്ന ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആ. സോ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ്ലി കുറയ്ക്കണ്ട. സോ ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് എന്ത്? ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് എത്രയാടാ? 18%. സോ ഈ ഫിഗറിന്റെ മുകളിൽ 18% കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ഫിഗറിന്റെ മുകളിൽ 18% കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് രണ്ടും ചെയ്യാറ്. ഇനി ഡെപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യും. നമുക്ക് ഈ ഫിഗർ ആയിരുന്നു തരാറ്. ഡെപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യും, റീപ്ലേസ്മെന്റ് കോസ്റ്റ് മൈനസും ചെയ്യും, ഇത് ആഡും ചെയ്യും, ഇത് ലെസ്സും ചെയ്യും. ഈ രണ്ട് ഫിഗറും സെയിം ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, അല്ലേ? ദി ആനുവൽ റീപ്ലേസ്മെന്റ്, the annual reinvestment needed to keep operation at current level is equivalent to taxable depreciation. So ഈ ഒരു സെന്റൻസ് കാണുമ്പോൾ കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടുവാണ്. ഡെപ്രിസിയേഷൻ ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കും. ഡെപ്രിസിയേഷൻ ഒന്നും ചെയ്യേണ്ട. ഏത് ഫിഗർ തന്നിരുന്നെങ്കിൽ ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട. ക്വസ്റ്റ്യനിൽ നിന്ന് PBIT ആണ് തന്നെങ്കിൽ ഡെപ്രിസിയേഷൻ ആഡ് ബാക്കും ചെയ്യേണ്ട, പിന്നെ റീപ്ലേസ്മെന്റ് കോസ്റ്റിന് കുറയ്ക്കാൻ വേണ്ട. രണ്ടും സെയിം ഫിഗറാണ്. പക്ഷെ നമുക്ക് PBIT അല്ല എന്ത് തന്നാൽ പറഞ്ഞേ പറഞ്ഞേ എന്ത് തന്നാൽ അത് നിങ്ങളുടെ മനസ്സിൽ കയറാൻ വേണ്ടിട്ടാ. എന്ത് PBDIT ആണ് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്രിസിയേഷൻ കുറയ്ക്കണം, എന്നിട്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ട, കാരണം സെയിം എമൗണ്ട് വീണ്ടും കുറയ്ക്കാനുണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? ഏത് നാളിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. സോ ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇനി കിട്ടുന്നതാണ് ഫ്രീ ക്യാഷ് ഫ്ലോ. ഫ്രീ ക്യാഷ് ഫ്ലോ, ഫ്രീ ക്യാഷ് ഫ്ലോ ഇതിപ്പോ കറന്റ് ലെവലിലുള്ളതാ. ഇനി T1 എത്തുമ്പോഴേക്കും did you understand about the replacement cost? Why is it being deducted? എടാ അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. നമുക്കൊരു ഡെപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറെ അസറ്റ്സുകൾ നശിച്ചു പോകും. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നശിച്ചു പോയത് വീണ്ടും റീപ്ലേസ് ചെയ്യണം. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതൊരു ഔട്ട്ഫ്ലോ ആണ്. ആ ഔട്ട്ഫ്ലോയും ഡെപ്രിസിയേഷൻ എമൗണ്ട് സെയിം ആയതുകൊണ്ട് രണ്ടും ഇഗ്നോർ ചെയ്തു. ഓക്കെ,
സോ ഫ്രീ ക്യാഷ് ഫ്ലോ ഇത് കറണ്ട് ആണ്. നമുക്കറിയേണ്ടത് T1 T2 ഇത് ഇങ്ങനെ പോയി TN വരെയുള്ളതാണ് ചെയ്യേണ്ടത്. T1 എത്തുമ്പോഴേക്കും ഇത് എത്രയാകുമെന്നാ പറയുന്നത്? T1 എത്തുമ്പോഴേക്കും ഈ ക്യാഷ് ഫ്ലോ എത്രയാകുമെന്നാ പറയുന്നത്? പറഞ്ഞേ, എത്ര പെർസെന്റേജ് കൂടും ക്യാഷ് ഫ്ലോസ്? 8%. എത്ര പെർസെന്റേജ് കൂടും? 8%. സോ 1.08. ഇനി അടുത്ത വർഷമൊക്കെ എത്രയായിരിക്കും എന്നാ പറയുന്നത്? വീണ്ടും 8% വെച്ച് കൂടുന്നാണോ അല്ലെങ്കിൽ സെയിം എമൗണ്ട് വരുമെന്നാണോ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്ക്. 8% in first year only, then stay fixed at this level. ഇതേ എമൗണ്ട് തന്നെ വരും എന്നല്ലേ പറയുന്നത്? സോ ഇത് പെർപെച്യൂറ്റിയിലെ വിത്ത് ഗ്രോത്ത് ആണോ നോർമൽ പെർപെച്യൂറ്റി ആണോ? ശരിക്കും ഫസ്റ്റ് ഇയർ മാത്രം ഒരു എമൗണ്ട് കൂടി അതേ എമൗണ്ട് ആണ് എല്ലാ വർഷം വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് പെർപെച്യൂറ്റി Normal. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫിഗറിൽ ഫസ്റ്റത്തെ ഫിഗറിൽ മാത്രം ഒരു എമൗണ്ട് കൂട്ടുക. ഇത് നോർമൽ ആണ്, ഈ ഫിഗർ ആണ് എല്ലാ വർഷം വരുന്നത്. സോ വാല്യൂ is equal to, ഇത് വാല്യൂ ഓഫ് ഫേം ആണെന്നാണ്. പക്ഷെ ഇതിന്നൊരു 30% കുറച്ച് ഡെപ്റ്റ് ഒക്കെ ഇവർക്ക് ഉണ്ടാവില്ല, അതിന്റെ പേരിൽ 30% കുറച്ച് ബാക്കി 70% എമൗണ്ട് തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ക്യാഷ് ഫ്ലോ ഇൻറ്റു ആദ്യം ഒരു 8 ചെയ്യണം, ഒരു ഗ്രോത്ത് ചെയ്യണം. ഈ എമൗണ്ട് ആണ് ഇനി എല്ലാ വർഷം വരാൻ പോകുന്നത്. ഈ എമൗണ്ട് ഇനി എല്ലാ വർഷം വരും. സോ നോർമൽ പെർപെച്യൂറ്റി ആണ് ഇത്. ഡിവൈഡ് ബൈ R ചെയ്താൽ മതി. എത്ര? ഡിസ്കൗണ്ടിങ് റേറ്റ് 0.1. ഇത്രയല്ലേ ചെയ്യാനുള്ളൂ. പെർപെച്വൽ ക്യാഷ് ഫ്ലോ ഡിവൈഡ് ബൈ R. എത്രയാണ് പെർപെച്യൂറ്റിൽ വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോ? ഇപ്പോൾ ഉള്ള ക്യാഷ് ഫ്ലോനെ കാട്ടി 8% കൂടും. അതാണ് ഇൻഫിനിറ്റ് പീരീഡിലോട്ട് വരാൻ പോകുന്നത്. സോ പെർപെച്വൽ ക്യാഷ് ഫ്ലോ ഇൻറ്റു 1.08 ഡിവൈഡ് ബൈ R മാത്രമേ ചെയ്യാനുള്ളൂ. ഇതിന്റെ എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസ് എത്ര തരുമെന്നാ പറഞ്ഞത്? ഈ എമൗണ്ട് ഫുൾ തരുമെന്നാണോ പറയുന്നത്? അല്ല. എത്ര എമൗണ്ട് വരുമെന്നാ പറയുന്നത്? The management team is ready to give 70% of the value. So ഇതിന്റെ 70%. That is 3288. 3288 തരാമെന്നാണ് പറയുന്നത്. വേറെ ഡെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ? ഒരു സെക്കൻഡ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. വേറെ ഡെപ്റ്റ് ഒന്നും ഇല്ലല്ലോ ഇവരുടെ വാല്യൂഷനില്? കറക്റ്റാ, 3288. ഡെപ്റ്റ് ഇല്ല. കാരണം ഡെപ്റ്റിന് നോൺ കറന്റ് ലയബിലിറ്റി കറന്റ് ലയബിലിറ്റി ഉണ്ട്. അതിന്റെ പേരിൽ എന്ത് ചെയ്യുകയാണ് ഇവര് കുറച്ച് എമൗണ്ട് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ? Yes, sir. ഇനി പറഞ്ഞ ഇതിൽ ഏതാ ബെറ്റർ? മെഷീനറി പാർട്സ് യൂണിറ്റ്സ് ലോക്കൽ സപ്ലയർക്ക് വിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഇവർക്ക് സെൽ ഓഫ് വഴി മാനേജ്മെന്റ് ബൈഔട്ട് വഴി വിൽക്കുന്നതാണോ? ഫിനാൻഷ്യലി നോക്കുമ്പോ Management buyout. മാനേജ്മെന്റ് ബൈഔട്ട് ആണ്. സോ നമ്മുടെ ഇവിടെ ആയിരുന്നു എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസ്. ഇത് ഏതിലൂടെയാണ്? MBO ആണ്. ക്വസ്റ്റ്യൻ ഏത് തന്നിട്ടുണ്ട്? എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസ് ത്രൂ ഫോർ ലോക്കൽ സപ്ലയർ. അത് എത്രയായിരുന്നു? 3102, which is given in the question. അപ്പൊ ഇതാണ് നമ്മൾ ബെസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ അത് ഇവിടെ പറയും വേണം. ഈ എക്സ്ട്രാക്ട് നമ്മൾ ചെയ്തത്, ഈ എക്സ്ട്രാക്ട് നമ്മൾ SOFP ചെയ്തിട്ടുള്ളത് ദി അൺബണ്ട്ലിംഗ് of smaller machinery unit is financially better under MBO option. So it is considered for further estimations. So this option, it is considered this option. This MBO option is considered for further estimations in this report. ഈ റിപ്പോർട്ടിലെ ബാക്കി കാര്യങ്ങൾക്ക് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ശരിക്കും നിങ്ങൾ കുടിക്കുന്നത്. ഇങ്ങനെ രണ്ടെണ്ണത്തിൽ ബെസ്റ്റ് എടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. There are two options. രണ്ട് ഓപ്ഷൻ ഉണ്ട്. സോ അതിന്റെ വാല്യൂഷൻ ചെയ്യണമായിരുന്നു എന്നുള്ളത് ആ ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റ് റീഡിംഗ് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാലേ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഈ പൈസ നമുക്ക് കിട്ടും.
ഈ പൈസ കിട്ടും. നിങ്ങൾ പറഞ്ഞു നമ്മൾ ഒരുപാട് സെൽ ഓഫിന്റെ ചെയ്തിട്ടുണ്ട്. സെൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടിയ പൈസയും വിറ്റ് പോകുന്ന അസറ്റ്സിന്റെ ക്യാരിങ് വാല്യൂ ഒക്കെ കമ്പയർ ചെയ്തിട്ട് ഒരു ഗെയിനോ ലോസോ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? Yes. ഹാൻഡ്വുഡ് ഷൂസ്, ഷാർബ്രോഫ്, ഇവ്യൂ സിനിമാസ്, ന്യൂ ഇംപർ കമ്പനി, കൊണിയജോ കമ്പനി തുടങ്ങിയ ഒരു 8 or 10 കോർപ്പറേറ്റ് ഡിക്കൻസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ സെൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസയും അതിന്റെ ക്യാരിങ് വാല്യൂ തമ്മിൽ ഡിഫറൻസ് എടുത്ത് ഗെയിനോ ലോസോ വരും. ആ ഗെയിനോ ലോസ് നമ്മൾ എങ്ങോട്ട് ആഡ് ചെയ്യുന്നതാണ്? എങ്ങോട്ട് ആഡ് ചെയ്യുന്നതാ പറഞ്ഞേ? റിസർവ്സിലോട്ട്. റിസർവ്സിലോട്ട്. ഇവിടെ വിറ്റ യൂണിറ്റിന് ഒരു അസറ്റ് മാത്രമാണോ ഒരുപാട് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഉണ്ടോ? ആ 20% വിറ്റ യൂണിറ്റിന് ഒരുപാട് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇല്ലേ? ഉണ്ട്. നമ്മൾ നേരത്തെ ഡ്രോ ചെയ്താൽ തന്നെ കണ്ടിട്ടുണ്ട്. ഈ വിറ്റ് ഇത്രയും ഈ 20% ഓഫ് ഇത്രയും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഉണ്ട്. ഇതിന്റെ ക്യാരിങ് വാല്യൂ ഈ ഒരു പൈസ നമ്മൾ വിറ്റ് കിട്ടുന്ന പൈസ ഉണ്ട്, എത്രയാണ്? 3288. ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഗെയിനും ലോസ് ആണ് എങ്ങോട്ട് പോകുന്നത്? ഈ റീറ്റെയിനൻസിലോട്ട് പോകുന്നത്. സോ അത് കണ്ടുപിടിക്കില്ല അത്രത്തോളം ഈസി അല്ല. അത് തിരിച്ചറിഞ്ഞ എക്സാമിനർ, ചിലപ്പോൾ നിങ്ങൾ എക്സാമിന് തിരിച്ചറിഞ്ഞോളന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്യും. അത് തിരിച്ചറിഞ്ഞ എക്സാമിനർ കിട്ടുന്ന പൈസ ഇവിടെ എഴുതി തുടങ്ങി. എനിക്ക് ക്യാഷ് കിട്ടി ഇത്രേ, ക്യാഷ് ഇത്ര കിട്ടി, 3288 ക്യാഷ് കിട്ടി. ഓക്കെ, എന്നിട്ട് റിസർവ്സിനെ ബാലൻസിങ് ഫിഗർ ആക്കുകയാണ് ചെയ്തത്. നമ്മൾ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒന്നുകിൽ റിസർവ്സോ അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സിലെ ക്യാഷോ ആണ് ബാലൻസിങ് ഫിഗർ ആക്കി വെക്കുക. ഇവിടെ ക്യാഷ് പിന്നെയും ചെയ്യാൻ പറ്റും, മറ്റേ അതിന്റെ ഗെയിനും ലോസ് ഒരു വിറ്റ യൂണിറ്റിന്റെ വിറ്റത് ഒരു ചെറിയ യൂണിറ്റ് ആണ്, അതിന്റെ കറക്റ്റ് നെറ്റ് അതിൽ നോൺ കറണ്ട് അസറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ ഗെയിനും ലോസ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? ക്യാഷിനെ കറക്റ്റ്ലി കണ്ടുപിടിച്ച് റീറ്റെയിനൻസിന് ബാലൻസിങ് ഫിഗർ. ഇത് നേരെ ഓപ്പോസിറ്റ് ചെയ്താലും ചെയ്യാൻ പറ്റും, ബട്ട് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. തൽക്കാലം ഞാൻ ഇങ്ങനെയാണ് എക്സാമ്പിൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ക്യാഷ് കൂടി, ക്യാഷ് ഇത്രയും കൂടും. ഓക്കെ, ഞാൻ ഏതാ എടുത്തത്? ബെസ്റ്റ് ഓപ്ഷനുള്ള ക്യാഷ് ആണ് എടുത്തത്. ക്ലിയർ ആണോ? Clear. അപ്പൊ ലാൻഡ് ബിൽഡിങ്ങിനൊക്കെ എത്ര പെർസെന്റേജ് പോടാ? വിറ്റ് എത്ര പെർസെന്റേജ്? നമ്മൾ ഇത് വിറ്റല്ലേ, സോ ഇനി ഇതിന്റെ എത്ര പെർസെന്റേജ് ഉണ്ടാവുള്ളൂ? 80%. 80% ഉണ്ടാവത്തുള്ളൂ. അപ്പം അവർ നേരത്തെ പറഞ്ഞതിന്റെ എല്ലാത്തിന്റെ 80% ആക്കിയേ. നോൺ കറണ്ട് അസറ്റ്സിന്റെ, പിന്നെ കറണ്ട് അസറ്റ്സും പറഞ്ഞില്ലായിരുന്നോ? ഏതിന്റെയൊക്കെയാടാ 80-20? സെയിൽസ്, നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്, പേബിൾസ്. കറണ്ട് അസറ്റ്സിന്റെ ഒക്കെ എല്ലാത്തിന്റെ 20% പോയി ബുക്സിൽ നിന്നും പോയി. എല്ലാത്തിനെയും ബുക്സിൽ 20 പോയി കഴിഞ്ഞാൽ ബാക്കി 80 മാറ്റണം. ഷെയർ ക്യാപിറ്റലിന്റെ ഇല്ല, റിസർവ്സിന്റെ ഇല്ല, പേയബിൾസിന്റെ 20% പോയി. അപ്പൊ ബാക്കി 80. ക്ലിയർ? ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആദ്യമൊക്കെ ചെയ്ത ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, എക്യുപ്മെന്റ്, ഇൻവെന്ററി, റെസിവബിൾസ്, പിന്നെ പേയബിൾസ്, ഇത്രയും 80-20 ആണ്. സോ ഇതിനെ വിറ്റത് കൊണ്ട് നമ്മുടെ ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ബാലൻസ് ഷീറ്റിൽ 20% കുറച്ചു. അത്രയും ക്യാരിങ് വാല്യൂ പോയി, അത് ഇത്രയും ക്യാഷ് വന്നു. സോ ഇത്രയും ക്യാരിങ് വാല്യൂന്റെ നെറ്റും ഈ ക്യാഷും നമ്മൾ ഡിഫറൻസ് വേണമെങ്കിൽ കണ്ടുപിടിച്ച് എവിടെ ആഡ് ചെയ്യണമായിരുന്നു? എവിടെ ആഡ് ചെയ്യുന്നു? ഇത്രയും ലയബിലിറ്റീസ് പോയി, അതിലേക്ക് 3288 കിട്ടി. ഇത് നമ്മൾ ഡിഫറൻസ് എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു? ഗെയിനോ ലോസോ കാൽക്കുലേറ്റ്. അതിന് ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് തൽക്കാലം റിസർവ്സിനെ ബാലൻസിംഗ് ഫിഗർ ആക്കി വെക്കും. ഇവിടെ ഡിലീറ്റ് ചെയ്ത് ബാലൻസിംഗ് ഫിഗർ ആക്കി വെക്കും, ക്യാഷിനെ ചെയ്യും. ഇസ് ഇറ്റ് ഓക്കെ? ഇസ് ഇറ്റ് ഓക്കെ? ഇനി ഈ പൈസ കയ്യിൽ വെക്കല്ലേ ചെയ്യുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഇതിനെ വിറ്റ് ഒഴിവാക്കി വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. മുന്നോട്ട് പോട്ടെ? മുന്നോട്ട് പോട്ടെ? എല്ലാവരും പറഞ്ഞേ. Yes. Yes, sir. എടാ ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ഷെമീസ് എന്ന സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ട്, സർ വാല്യൂ ഒന്നുകൂടി പറയാവോ? എടാ നിങ്ങൾ കമന്റിൽ ചോദിച്ചപ്പോ ഞാൻ കാണത്തില്ല. ഇപ്പൊ ഞാൻ അത്രയും മുന്നോട്ട് വന്നു, ഇനി അത് വീണ്ടും പോയി പറയാൻ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കൂ, സോ ദാറ്റ് ഐ വിൽ അഡ്രസ്. മൈനിങ് ആൻഡ് ഷിപ്പിംഗ് ബിസിനസ് യൂണിറ്റ് പറയുന്നു, ഫോളോയിങ് ദ അൺബണ്ട്ലിങ്ങിന് ശേഷം ക്രിസോസ് ഇനി മൈനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് റിവേഴ്സ് ടേക്ക് ഓവറും ചെയ്യും. റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം പ്രകാരം എന്തെല്ലാം ചെയ്യുന്നുണ്ട്? ഈ പാരഗ്രാഫ് ഒന്ന് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇത്രയും ചെയ്യുന്നില്ലേ, ബാലൻസ് ഷീറ്റിൽ ഒന്ന് പ്ലസ് ഓർ മൈനസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ.
ഇതിലൊന്ന് കുറെ ഷെയർ ക്യാൻസൽ അല്ല പുതിയ ഷെയർ വരുന്നുണ്ട്, പുതിയ ക്യാഷ് വരുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഡെപ്റ്റ് പേ ഓഫ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുത്താനാണ്. നിങ്ങൾക്കിടാ ഇതിലെന്തായാലും 20% വിറ്റത് കൊണ്ട് ഈ പൈസ നിങ്ങൾക്ക് കിട്ടിയില്ല, ഏതൊരു എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ, ഈ പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. ഏത് 3102 മറ്റേ വാല്യൂഷൻ ചെയ്തതേ ഇല്ല. 3102 ക്യാഷ് കിട്ടിയെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോയാലും ഈ 20% കുറച്ച് ബാക്കി 80 ഒക്കെ എടുക്കുന്നത് ഈസിയാണ്. അതുപോലെ ഈ ഒരു ഫിഗേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈസിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് ഈ പാരഗ്രാഫ് ടു ഗിവ് യു മോർ കോൺഫിഡൻസ്. ട്രൈ ആൽ വെയിറ്റ്. പാർട്ട് ഓഫ് ദ റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം. സോ റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാമിന്റെ പാർട്ട് തന്നെ. ഇപ്പൊ നമ്മൾ എന്ത് വിറ്റു, കുറച്ച് പൈസ കിട്ടി, വിറ്റതിന്റെ ഒക്കെ ഡീറെക്കഗ്നൈസ് ചെയ്ത് ബുക്സിൽ നിന്നും. ഇനിയുണ്ട് ഇപ്പോൾ അൺസെക്യൂർഡ് ബോണ്ട് ഉണ്ട്, ഇത് ക്യാൻസൽ ചെയ്യും. ഇപ്പൊ ഒരു ജേർണൽ എൻട്രി പറയുവാണെങ്കിൽ ക്യാൻസൽ ചെയ്യുവാണ്. ജേർണൽ എൻട്രി ഒന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്ക് നല്ലൊരു മനസ്സിലാവാനാണ്. ഒരു ലയബിലിറ്റി ക്യാൻസൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യോ ക്രെഡിറ്റ് ചെയ്യോ പറഞ്ഞേ? ലയബിലിറ്റി ക്യാൻസൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് ദാറ്റ് വി സിയോയുടെ ഡെപ്റ്റ് എത്ര രൂപയുടെ ഡെപ്റ്റ് ആണ് ബുക്സിൽ ഉണ്ടായിരുന്നേ? 4800. ഇത് ക്യാൻസൽ ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, അതിന് അവർക്ക് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യും? 600 ഷെയർസ്. സോ ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ. പാർ വാല്യൂ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ 600 ഷെയർ ക്യാപിറ്റൽ തരുന്നതിന് ഡെപ്റ്റ് മാത്രം, നിങ്ങളുടെ ഡെപ്റ്റ് മാത്രം പോരാ, കുറച്ചുകൂടി പൈസ അവരോട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. കുറച്ച് ഡെബിറ്റ് ക്യാഷും വരുന്നില്ലേ? ഇല്ലേ? അവർ എത്ര പൈസയും കൊണ്ടുവരണം? ഡെപ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, നല്ല വാല്യൂ ഉള്ള ഷെയറാണ്, നിങ്ങൾ പൈസ തരണം. പൈസ മാത്രം പോരാ, നിങ്ങൾക്ക് ഒരു ലയബിലിറ്റി ആയാലും അതും ക്യാൻസൽ ചെയ്യണം. സോ ഇവിടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ലയബിലിറ്റി മാത്രം ക്യാൻസൽ ചെയ്യുന്നതിനല്ല, ഏതിനു കൂടിയിട്ടാണ് പറഞ്ഞേ? ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, എക്സ്ട്രാ എന്തുകൂടി തരണം അവര്? 400 ക്യാഷ് കൂടി തരണ്ടേ? സോ ഇങ്ങനെ എൻട്രി വരിക, ഡെബിറ്റ് ക്യാഷ്, ഡെബിറ്റ് ക്യാൻസൽ ആവുന്ന ഡെപ്റ്റ്, ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ, ബാക്കി ബാലൻസിങ് ഫിഗർ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലോട്ടല്ലേ പോവാ? അല്ലെ? എക്സ്ട്രാ ഉള്ള പൈസ ഷെയർ ക്യാപിറ്റലായിട്ടും എത്ര എക്സ്ട്രാ ഡെബിറ്റ് വന്നോ അത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലോട്ട് പോകും. സോ ഇതായിരുന്നു എൻട്രി വരേണ്ടത്. എഗെയിൻ ഇത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് ആരെ ബാലൻസിങ് ഫിഗർ ആക്കി വെച്ചത്? റിസർവ്സ്. അറ്റ്ലീസ്റ്റ് ഈ റിസർവ്സിനെ പറ്റി ആലോചിച്ചിട്ട് പോലില്ല. നിങ്ങൾ ഒരു ഫിഗർ ഇവിടെ ഉണ്ട്, ബാലൻസ് ഷീറ്റ് ടാലി ആക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പറ്റുന്നിടത്തോളം പ്ലസ് ഓർ മൈനസ് ചെയ്യുക. ഇവിടെ എന്താ ഈ ഡെപ്റ്റ് ക്യാൻസൽ ആവുന്നുണ്ടെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് നൈസായിട്ട് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലേ? പുതുതായിട്ട് ഷെയർ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നൈസായിട്ട് ഒരു 600 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ എക്സ്ട്രാ ക്യാഷ് കൊണ്ടുവരുന്ന പറയുന്നുണ്ട്. ആ എക്സ്ട്രാ ക്യാഷ് ഈ ക്യാഷിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലേ? ഇത് മാത്രം ചെയ്താൽ മതി. റിസർവ്സിനെ പറ്റി ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുക പോലും ഇല്ല. ഈ എൻട്രി അറിയാത്ത ഒരാള്, ഈ എൻട്രീനെ പറ്റി ആലോചിക്കാത്ത ഒരാള് റിസർവ്സിനെ പറ്റി ആലോചിക്കുക പോലും ഇല്ല. ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. പക്ഷെ ടാലി ആവണ്ട, നമ്മൾ ബാലൻസ് ഷീറ്റ് ടാലി ആക്കുക എന്നല്ലല്ലോ നമ്മുടെ ഒബ്ജക്റ്റീവ്. ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ പ്ലസ് ഓർ മൈനസ് ചെയ്യുക. സോ 3 കാര്യങ്ങൾ പ്ലസ് ഓർ മൈനസ് ചെയ്തു. ഇസ് ഓക്കെ? പറഞ്ഞോ. ഷെയർ ക്യാപിറ്റൽ ഇവിടെ ഇൻക്രീസ് ആവുന്നില്ല, അപ്പൊ ക്യാഷ് ഇൻക്രീസ് ആവില്ല. ആ ക്യാഷ് ഇൻക്രീസ് ആഡ് ചെയ്തില്ലേ? ഇതാ 400. അപ്പൊ 600 ഇൻക്രീസ് അല്ല, 400 മാത്രമേ ഇൻക്രീസ് ആവുള്ളൂ. എത്രയാണോ അവര്, അല്ല സോറി 600 അല്ല, മൈ മിസ്റ്റേക്ക്, 400. എത്രയാണോ അവര് ക്യാഷ് എന്ന് അതാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്തു, ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ, ഇതിന് കുറച്ച് നിങ്ങൾക്ക് ഡെബിറ്റ് ക്യാഷ് തന്നു, ഡെബിറ്റ് കുറച്ച് നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടു തന്നു. ചോക്ലേറ്റ്സ് അങ്ങനെ കമ്പനി തന്നു തരിക, അങ്ങനെ തരില്ല, തന്നാ വരിക. എത്രയാണോ ക്യാഷ് തന്നത് ആ ക്യാഷിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർ ക്യാപിറ്റൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്ത്, ചോക്ലേറ്റ് എത്രയോ അത്, റിമൈനിങ് എത്ര എക്സ്ട്രാ ഉണ്ടോ അത് എങ്ങോട്ട് പോകും? എക്സ്ട്രാ ഇപ്പൊ എത്ര ഉണ്ടോ? ഇത് 700 ഇല്ലേ? ചോക്ലേറ്റും ക്യാഷും കൂടി കൂട്ടിയപ്പോൾ 700 ഉണ്ട്. എത്ര എക്സ്ട്രാ ഉണ്ടോ അതാണ് എങ്ങോട്ട് പോവുക? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്സിൽ OCEയിലോട്ട് പോവുക. ക്ലിയർ? പറഞ്ഞേ ക്ലിയർ ആണോ? അടുത്ത ചെയ്തു ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? അപ്പോ ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ പറയില്ലേ ഷെയർ, പറഞ്ഞോ ചില ക്വസ്റ്റ്യനിൽ ഇപ്പൊ ക്യാഷ് വന്നെന്ന് പറയാണ്ട് അഡീഷണലി അത് ഷെയർസ് ആക്കിയിട്ട് മാറ്റി, ഇപ്പൊ 600 ഷെയർസ് ആക്കി മാറ്റിന്ന് മാത്രം, 600 മില്യൺ ഷെയർസ് ആക്കിയിട്ട് മാറ്റിന്ന് മാത്രം പറഞ്ഞു. അപ്പോ ക്യാഷ് കൊണ്ടുവന്നത് പറയുന്നില്ല. അപ്പൊ ക്യാഷിൽ 600 റീറ്റെയിനേഴ്സ് റിസർവ്സിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. റീസ്ട്രക്ചറിങ്ങിന്റെ ഒരു
എന്താ റീസ്ട്രക്ചറിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ അതൊരു വയർ കേസ് സ്റ്റഡിയിൽ വരും, എക്സ്ട്രാ ഗെയിൻ ആയിട്ട് അത് വരിക കേട്ടോ. റിസർവ്സിലോട്ട് ഡീറ്റെയിൽസിലോട്ട് പോകും. ശരി, ഇന്ന് ബാക്കിയായിരുന്നു ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റിനെ ഒരു ലോൺ ആക്കി മാറ്റണം. അതിന്റെ ആനുവൽ റേറ്റ് 4.5 ആവും. സോ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ഇവിടുന്നും ഡിലീറ്റ് ആയിട്ട് ഇവിടെ ഡെപ്റ്റിന്റെ കൂടെ വരും, ലയബിലിറ്റിയുടെ കൂടെ വരും. പക്ഷെ എന്ത് പേരില്? ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലോൺ ആയിട്ട് 4.5%, 4.5% ബാങ്ക് ലോൺ ആയിട്ട് വരും. അതർ ഡെപ്റ്റിന് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? അതർ ഡെപ്റ്റിന് എന്ത് ചെയ്യണം? നോൺ കറന്റ് ലയബിലിറ്റി അതർ ഡെപ്റ്റിന് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം, 0. റീപേ ചെയ്യണം. ക്യാൻസൽ എടാ, ക്യാൻസൽ ചെയ്യുന്ന വേറെ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റും. നേരത്തെ ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റിന് മറ്റൊരു ലോൺ ആക്കി കൺവേർട്ട് ചെയ്തു. ഇവിടെ റീപേ ചെയ്യണം എന്നല്ലേ പറഞ്ഞത്? റീപേ മീൻസ് ഇവിടുന്നും ക്യാൻസൽ ആവും. അതേ ക്യാഷ് ഒന്നും കുറയണ്ടേ റീപേ ചെയ്യുമ്പോ? 1050 ഇവിടുന്ന് കുറയും വേണം. അതാണ് റീപേയ്മെന്റിന് ഉണ്ട്. അല്ല ജസ്റ്റ് നേരത്തെ എന്താ ചെയ്തത്? കറന്റ് ലയബിലിറ്റി ഡിലീറ്റ് ചെയ്തിട്ട് അത് നോൺ കറന്റ് ലയബിലിറ്റിയിൽ വന്നു. ഇവിടെ ലോൺ ക്യാൻസൽ ആയി, കറന്റ് അസറ്റ്സ് ഒന്നും കുറയും. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഏതിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനാണ്? ഏത് ബിസിനസ് യൂണിറ്റില് പറഞ്ഞേ? സോ മൈനിങ്ങിന് വേണ്ടി പുതിയ എക്യുപ്മെന്റ് മേടിക്കും. എത്ര രൂപയുടെ? 1200. സോ എക്യുപ്മെന്റിൽ എത്രയുടെ ആഡ് ചെയ്യപ്പെടും? 1200. ശരിക്കും ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം എന്നാണ്, പക്ഷെ ആഡ് ചെയ്തതായിട്ട് അവസാനം എക്സലിട്ട് അവസാനമാണ് ആഡ് ചെയ്യുന്നെങ്കിൽ അയാൾക്ക് ബ്രാക്കറ്റ് ശരിക്കും വേണ്ട. എന്നാലും ഞാൻ ഇങ്ങനെ കൊടുത്തു 1200 ആഡ് ചെയ്യപ്പെടും. പക്ഷെ അത് മേടിക്കുമ്പോൾ ക്യാഷ് പോവില്ലേ? അസറ്റ് മേടിക്കുമ്പോൾ ക്യാഷ് പോവില്ലേ? ഒരു മറ്റേ 20% വിറ്റപ്പോ ക്യാഷ് വന്നു, വിറ്റതിനൊക്കെ കുറച്ചു, ക്യാഷിൽ ആഡ് ചെയ്തു. ഇവിടെ ഒരു പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആഡ് ചെയ്തു, ക്യാഷിനെ കുറച്ചു. ക്ലിയർ അല്ലേ? എന്നാൽ ഇത്രേ ബാലൻസ് ഷീറ്റിൽ ചെയ്യാനുള്ളൂ. ബാക്കി ബാലൻസിങ് ഫിഗർ എടുക്കുക. ഇപ്പൊ ടോട്ടൽ ഇത്രേ അസറ്റ്സ് ആണ് ടോട്ടൽ വന്നത് 1518. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര തന്നെ ആകണം? 1518 തന്നെ ആകണം. സോ ബാലൻസിങ് ഫിഗർ ആയിട്ട് 1518 മൈനസ് ബാക്കി എല്ലാ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്. സോ 10318. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ മിസ്റ്റേക്സ് എന്തെങ്കിലും പറ്റിയുണ്ടോ എന്ന് ജസ്റ്റ് നമുക്ക് അവരുടെ ബാലൻസ് ഷീറ്റ് ഇവിടെ റണ്ണിങ് ഓഫ് ഡിഫറൻസ് ഉണ്ടാവും, അത് ആക്സെപ്റ്റ് ചെയ്യുക. 10,319. നമുക്ക് ഇത്ര 10,318. ദാറ്റ്സ് ഓക്കെ. അവരും ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് കണ്ടത്. ഇവിടെ റിസർവ്സ് ബാലൻസിങ് ഫിഗർ. ബട്ട് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ എക്സാമിന് ചെയ്യണ്ട. എക്സാമിന് ഇത്രയും പെർഫെക്റ്റ് ആയി ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര ചെയ്താൽ മതിയായിരുന്നു. ഇതൊരു 80% കുറയ്ക്കുക, ഇതിൽ നിന്ന് ഒരു 80% കുറയ്ക്കുക, ഇൻവെസ്റ്റ്മെന്റ് ആഡ് ചെയ്യുക, അങ്ങനെയുള്ള ചെയ്താൽ മതി. അല്ലാതെ ഈ റിസർവ്സിലുള്ള ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ബാലൻസ് ഷീറ്റ് ടാലി ആക്കണമെന്നില്ല. കൂടുന്നതെല്ലാം ആഡ് ചെയ്യുക, കുറയുന്നതെല്ലാം കുറച്ച് വെക്കുക. കറക്റ്റ് ആവില്ല. അപ്പൊ ഏതെങ്കിലും റിസർവിനെയോ അല്ലെങ്കിൽ ക്യാഷിന് ഏതെങ്കിലും ഒരു ബാലൻസ് ഫിഗർ ആയിട്ട് ഒരു ഫിഗർ കണ്ടെത്താം. ആ ഫിഗറിന്റെ ബേസിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. ക്ലിയർ? പെർഫെക്റ്റ് ആൻസർ വേണ്ട എന്നാ പറയുന്നത്. സാർ ആ ക്യാഷിന്റെ സെല്ലൊന്ന് ക്ലിക്ക് ചെയ്യോ? വേഗം നോക്കടാ. ഇത് റിവ്യൂ മറ്റേ ഇതാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. അല്ലാതെ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയമല്ല. ഞാൻ സൂമിലോട്ട് കൊണ്ടുവന്ന എല്ലാവരും മറ്റേ പഠിപ്പിക്കുന്ന മോഡായി. നോക്ക്. ശരി, സെറ്റ്. എന്നാൽ ഇതിന്ന് എന്തെങ്കിലും ഫിഗർ ഇങ്ങോട്ട് എടുക്കാണ്ട് നോക്കുക. ഇല്ല, ഈ ഫിഗർ കണ്ടെത്തിയിട്ട് ഇവിടെ എക്സ്ട്രാക്ട് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എക്സ്ട്രാക്ട് ഓഫ് SOP is provided in Appendix 1. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മള് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഓർഡർ ആണ്. ഇനി ആരുടെ വാല്യുവേഷൻ എടുക്കണം? ക്രിസോസ് കമ്പനി ആഫ്റ്റർ ഏതാണ്? റീകൺസ്ട്രക്ഷൻ. അതിനുള്ള ഡീറ്റെയിൽസ് ആണ് ഇനി ഫർദർ ഇൻഫർമേഷൻ ഉള്ളത്. ക്രിസോസ് കമ്പനി എയിം ചെയ്യുന്നു ആണെന്നല്ല പറയുന്നത്, അവർ ട്രൈ ചെയ്യുന്നത്, അവർ ആഗ്രഹിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എത്ര ആയിരിക്കണം? 20 to 80. ഇതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. എന്താ? ഗിയറിംഗ് കുറയ്ക്കാനെന്നല്ലേ. സോ ഈ റീസ്ട്രക്ചറിന് ശേഷം അവർ എയിം ചെയ്യുന്നത് 20 to 80. സോ ഇത് നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യാം? ഇവിടെ ചെക്ക് ചെയ്യാം. ഇപ്പത്തെ ഗിയറിംഗ് എത്രയാ നോക്ക്.
ബുക്ക് വാല്യൂ ടേംസിൽ അവർ ഉദ്ദേശിച്ചാലും മാർക്കറ്റ് വാല്യൂ ടേംസിലാണ് മാർക്കറ്റ് വാല്യൂ. സോ മാർക്കറ്റ് വാല്യൂ ടേംസിൽ നമ്മൾ നോക്കണം. ഇപ്പൊ ബുക്ക് വാല്യൂ നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ളത്. പിന്നെ പറയുന്നു ക്രിസോസ് കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടർ ഹാസ് അസസ്ഡ് 4.5% ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആസ് KD. ഇതാണ് KD വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഡെപ്റ്റ് ഇനി ഏത് മാത്രമല്ല, ബാങ്ക് ലോൺ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ഇവിടെ ഡെപ്റ്റ് ആയിട്ട് നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ട് ഇത് മാത്രമല്ലേ ഉള്ളൂ, ബാങ്ക് ലോൺ. ബാങ്ക് ലോണിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയായിരിക്കും? ബാങ്ക് ലോണിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയായിരിക്കും? അത് തന്നെയാണ് ബുക്ക് വാല്യൂ. ഇത് തന്നെയായിരിക്കും റൈറ്റ്. സോ ഇപ്പൊ എനിക്ക് ബാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ KE വേണം, KD വേണം, VE വേണം, VD വേണം. അതിൽ KD എത്രയാന്ന് തന്നു? 4.5 ആണെന്ന് തന്നു. ഇത് ബിഫോർ ടാക്സ് ആണ്, ആഫ്റ്റർ ടാക്സ് ചെയ്യണം ബാക്ക് കണ്ടുപിടിക്കാൻ. VD അതേ ഫിഗർ തന്നെ ആയിരിക്കും. എത്രയാ? 1800. ബാംഗ്ലൂരിന്റെ ബുക്ക് വാല്യൂ തന്നെ ആയിരിക്കും 1800. ഇനി KE VE കിട്ടണം. ക്രിസോസിന്റെ ഫിനാൻസ് ഡയറക്ടർ ഡിറ്റർമിൻ ചെയ്തു കറന്റ് അൺഗിയർഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓഫ് എസ് കമ്പനി. വേറൊരു സിമിലർ കമ്പനിയുടെ അൺഗിയർഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 12.46 ആ. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ? പറഞ്ഞേ, ഈ 12.6 എക്സാക്ട്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഗിയർഡ് കമ്പനിയാണോ അൺഗിയർഡ് കമ്പനിയാണോ? പറഞ്ഞേ, കമ്പനിയാണ്. പ്ലസ് നമ്മുടെ റിസ്കിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതിലോട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് 80-20. ഓക്കെ, ഇത് പ്രകാരം നമ്മുടെ കമ്പാരിറ്റീവ്ലി നമ്മുടെ റിസ്കില് അപ്രോക്സിമേറ്റ് ഇവർ തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12%. ഈ എക്സാമിന് നടന്ന സമയത്ത് ഈ ഡേറ്റ ഇല്ലായിരുന്നു. എക്സാമിന് ഒന്ന് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. എക്സാമിന് ഇത് 18 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇപ്പൊ നമുക്ക് എക്സാം കിറ്റിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻ എത്ര മാർക്സിന്റെ? 16 മാർക്കുള്ളൂ. അവിടെ 2 മാർക്ക് കുറച്ചിട്ടുണ്ട് അവര്. കാരണം ചില ഡേറ്റ ഇത് പ്രൊഫഷണൽ മാർക്സിന് വേണ്ടി അവർ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇവിടെ ഇതാണ് ശരിക്കും എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ. ഓൾദോ ക്രിസോസ് കമ്പനി ഡസ് നോട്ട് നോ വാട്ട് ഇസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവർക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അറിയില്ല. ഈ ബിസിനസ് മാത്രം ചെയ്യുവാണെങ്കിൽ സിഡോറോ കമ്പനിയുടെ തന്നിട്ടുണ്ട്. ക്രിസോസ് കമ്പനി ഫിനാൻസ് ഡയറക്ടർ വാണ്ട്സ് ടു യൂസ് ഈ അൺഗിയർഡ് കോസ്റ്റ് ഓഫ് ഇറ്റ് കാൽക്കുലേറ്റ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് മൈനിങ് ആൻഡ് ഷിപ്പിംഗ്. ഇതാണെന്ന് വിചാരിക്കുക. ഏത് തന്നിട്ടില്ല? KE ആയ ഈ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ KE എത്രയാണ് തന്നിട്ടുണ്ട്? പറഞ്ഞേ, മൈനിങ് ആൻഡ് ഷിപ്പിംഗ് മാത്രം ചെയ്യുന്നതിന്റെ KE എത്രയാണ് തന്നത്? സോറി, KE അല്ല, കോസ്റ്റ് വാക്ക് ആണ് കേട്ടോ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാ തന്നിട്ടുണ്ട്? വാക്ക് 12%. ഇത് തന്നില്ലായിരുന്നെങ്കിൽ ഈ KEU ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം KE കണ്ടെത്തണം, അതൊക്കെ ചെയ്യണമായിരുന്നു. സോ അതെങ്ങനെയാ കണ്ടെത്തിയെന്ന് ജസ്റ്റ് ഞാനൊന്നുകൂടെ പറയാം. നിങ്ങൾക്ക് എക്സാംസിന് ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ KE തന്നാൽ ഇത് KEU അല്ലേ, അൺഗിയർഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ദാറ്റ് മീൻസ് ഈ KEU നമുക്ക് ഡയറക്ട്ലി യൂസ് ചെയ്യാൻ പറ്റും. KEU ഏത് റിസ്കിനെ മാത്രമാണ് ഡിനോട്ട് ചെയ്യുന്നത്? ബിസിനസ് റിസ്ക്. നമ്മൾ ഒരു ഗിയർഡ് കമ്പനി അല്ലേ? സോ ഇവിടെ M&Mന്റെ ഒരു ഫോർമുല ഇല്ലായിരുന്നു. M&Mന്റെ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് KE കണ്ടുപിടിക്കാൻ. KEG, ഗിയർഡ് കമ്പനിയുടെ KEG is equal to KEU plus KEU minus KD into VD by VE net of tax. ഇതല്ലായിരുന്നു ഫോർമുല. അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. KEU ഗിവൺ ആണ്, KD ക്വസ്റ്റ്യൻ ഗിവൺ ആണ്. അങ്ങനെ എക്സാമിനർ തന്ന ഈവൻ എക്സാം കിറ്റിലെ ആൻസറിലും അത് അവർ വിട്ടു, അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കുക അവരെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് ജസ്റ്റ് ഞാൻ കാണിക്കുവാണേ. ക്രിസോസ് കമ്പനിയുടെ KE കണ്ടുപിടിക്കാൻ വേണ്ടി KEU പ്ലസ് KEU മൈനസ് KD ഇൻറ്റു VD by VE 20:80 അവർ ട്രൈ ചെയ്തത് ആഫ്റ്റർ ടാക്സ്. സോ അവരുടെ KE 14.09 ആണെന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ. എന്നിട്ട് KE 14.09 ആണെന്നും KD ബിഫോർ ടാക്സ് 4.5 അതിന് ആഫ്റ്റർ ടാക്സ് ആക്കുന്നു. 4.5%-നെ 1 - T ചെയ്യുന്നു. VE BD 80:20
ഇത് ചെയ്താൽ 12 കിട്ടുമായിരുന്നു. ഈ 12 ആണ് അവരിപ്പോ ക്വസ്റ്റിൽ തന്നുള്ളത്. ക്വസ്റ്റ്യൻ കുറച്ചുകൂടി നിങ്ങളുടെ പ്രൊഫഷണൽ മാർക്സ് കൂട്ടാൻ വേണ്ടി, പണ്ട് 4 മാർക്ക് പ്രൊഫഷണൽ മാർക്സ് ഉള്ളൂ, ഇപ്പൊ പ്രൊഫഷണൽ മാർക്സ് കുറച്ച് കൂട്ടാൻ വേണ്ടി ഇത് ചെയ്യുന്നു. സോ ഞാനിത് ഇത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ റിവിഷൻ ഫേസിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കെഇക്ക് എംഎൻഎമ്മിന്റെ ഫോർമുല യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ എംഎൻഎമ്മിന്റെ ഫോർമുല വെച്ചിട്ടുള്ളത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. ഇത് ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് ബാക്ക് കണ്ടെത്തി, അത് 12 ആണ്. ഓക്കെ, ക്ലിയർ? Yes, sir. നമ്മുടെ ആൻസർ തന്നിട്ടുണ്ട് വാക്ക് 12 ആണെന്ന്. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ എന്താ ചാലഞ്ച് ചെയ്യാം. എടാ ഈ വാക്ക് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അത് എങ്ങനെയാ കണ്ടുപിടിച്ചതെന്നുള്ളത് അറ്റ്ലീസ്റ്റ് 2 വാക്കിലെ അവിടെ ഒരു 10 എന്നുണ്ട്, ഈ വാക്ക് 12 എന്നുണ്ട്. ഇത് രണ്ടും ഒറ്റ അസംഷൻ ആയിട്ട് വാക്ക് ഫോർ സെപ്പറേറ്റ് ബിസിനസ് യൂണിറ്റുകളുടെ 10ഉം 12 ആണെന്നും ക്വസ്റ്റ്യൻ പ്രൊവൈഡഡ് ആണ്. ബട്ട് അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇല്ല. സോ ഫർദർ അതിനുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഇവിടെ വേറെ അസംഷനും കൂടി വരാൻ പറ്റുമല്ലോ, പ്രോക്സി കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ട് എന്തോ. പ്രോക്സി കമ്പനിയുടെ സെയിം ഇത് ഇവിടെ പ്രോക്സി ആയിട്ട് യൂസ് ചെയ്ത് ഇവരാണെന്ന് പറയുന്നുണ്ട്. അയാളുടെ KEU എക്സാക്ട്ലി സെയിം ആയിക്കൊള്ളുന്നില്ല. ബിസിനസ് സെയിം ആയിരിക്കും, ബട്ട് എക്സാക്ട്ലി സെയിം ആയിക്കൊള്ളുന്നില്ല. യു ക്യാൻ യൂസ് ദാറ്റ് ആസ് വെൽ. അപ്പൊ ഇനി വാല്യുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വാല്യുവേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാഷ് ഫ്ലോ വേണ്ടേ? വേണോ വേണ്ടിയോ? വേണം, റൈറ്റ്? സോ വേറെ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ എന്താ ഇവിടെ ക്ലൂ ഉണ്ട്. ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ദിസ് വിൽ റിസൾട്ട് ഇൻ ഇറ്റ്സ് പ്രോഫിറ്റ്സ് ആൻഡ് ക്യാഷ് ഫ്ലോസ് ഗ്രോയിങ് ബൈ വായിച്ചേ. ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ മൈനിങ് ആൻഡ് ഷിപ്പിംഗ് തന്നുകൊണ്ടിരിക്കുന്ന, നമ്മളൊരു പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ മൈനിങ് ആൻഡ് ഷിപ്പിന്റെ ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് ഇനി ഇൻഫിനിറ്റ് പീരീഡിലോട്ട് എത്ര വെച്ച് കൂടും? 4% ആയിട്ട് വാല്യുവേഷൻ ചെയ്യാനല്ലേ. സോ ഇതേ നമ്മൾ നേരത്തെ ഇവർക്ക് ചെയ്തില്ലായിരുന്നടാ, ഈ സെയിൽസിൽ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തു വന്നില്ലായിരുന്നോ? ഈ സിമിലർ കാര്യം നമ്മൾ ആർക്കും ചെയ്യണം പറഞ്ഞേ. മൈനിങ് ആൻഡ് ഷിപ്പിംഗിന് ചെയ്യണം. ഓക്കെ, ഇതേ സംഗതി നമ്മൾ ഇനി മൈനിങ്ങിന്റെ ചെയ്യാൻ പോവാണ്. അടുത്ത വർക്കിംഗ് നോട്ട് വാല്യുവേഷൻ ഓഫ് ക്രിസോസ് എന്ന് പറഞ്ഞ ഒറ്റ ബിസിനസ് ഉള്ളൂ, ക്രിസോസ് കമ്പനി ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് ഇവർക്ക്? സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആ? 80%. സോ സെയിൽസിന്റെ 80%, 16,800 80%. ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ 75%. 10,080 75%. സോ PBDIT കിട്ടി. ഞാൻ നേരത്തെ നിങ്ങൾ പഠിപ്പിച്ചത് PBDIT ആണെങ്കിൽ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ നിർബന്ധമായിട്ട് ആരെ കുറയ്ക്കണം? ഡെപ്രീസിയേഷൻ കുറയ്ക്കണം. ഡെപ്രീസിയേഷൻ. ഇനി നമ്മുടെ പുതിയ അസറ്റ്സുകൾ ഏതൊക്കെയാണ്? പുതിയ അസറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ മാറിയില്ലേ? 6,000 5520 ആയി. ഇതാണ് ഇനി നമ്മുടെ പുതിയ അസറ്റ്സ്. 6,000 പ്ലസ് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ അസറ്റ്സ്. ഇനി 6,000 ഇതെന്ന് പറഞ്ഞാൽ ആ 80% മാത്രമല്ലേ? ഓൾറെഡി റീകൺസിഡർ 20, ഇനി 80-20 ചെയ്യണ്ട. ഇത് പ്ലസ് ഇത് രണ്ടും, ഇതാണ് നോൺ കറന്റ് അസറ്റ് ബുക്ക് വാല്യൂ. ഇതിന്റെ എത്ര പെർസെന്റ് ഡെപ്രിസിയേഷൻ ഇനി വരും? 12%. അത്രയും കുറയും. സോ ഇതായിരിക്കും നമ്മുടെ PBIT കിട്ടുക. PBIT ഓക്കെ ആണോ? നമുക്ക് പുതിയ അസറ്റ് എത്രയാണോ അതിന്റെ 12%. ഇതിന്റെ മുകളില് 18% ടാക്സ്. സോ ഇതാണ് ഫ്രീ ക്യാഷ് ഫ്ലോ. 18 അല്ലേ അടിച്ചത്? എന്താ അടിച്ചത്? 18%. ഓക്കെ, സോ ഫ്രീ ക്യാഷ് ഫ്ലോ കറണ്ട് പ്രകാരമുള്ളത് കിട്ടി. ഇത് ഇൻഫിനിറ്റ് പീരീഡിലോട്ട് എത്ര വെച്ച് ഗ്രോ ചെയ്യും? 4%. സോ അത് കണ്ടിന്യൂസ്ലി എത്ര കൂടിയോ പിന്നീട് അവിടെ സെയിം എമൗണ്ട് എന്നല്ല, കണ്ടിന്യൂസ്ലി ഇങ്ങനെ എവറി ഇയർ കൂടിക്കൊണ്ടേയിരിക്കും. സോ നോർമൽ പെർപെച്വിറ്റി ആണോ അല്ലെങ്കിൽ നോർമൽ പെർപെച്വിറ്റി വിത്ത് ഗ്രോത്ത് ആണോ? നോർമൽ പെർപെച്വിറ്റി. അപ്പോൾ ബാക്ക് വെച്ച് ഡിസ്കൗണ്ട് ചെയ്താൽ മതി.
ദിൽഷാദ് ചോദിക്കുന്നു സാർ സെയിൽസ് എങ്ങനെയാ കിട്ടിയെന്ന്. സെയിൽസ് പണ്ടുള്ള സെയിൽസിന്റെ 80% നമുക്ക്. സെയിൽസ് കൂടുമെന്നല്ല പറഞ്ഞത്, ക്യാഷ് ഫ്ലോ കൂടുമെന്നുള്ള ഹിന്റ് ആണ്. സെയിൽസ് എത്ര കൂടുമെന്ന് പറഞ്ഞിട്ടില്ല. റീകൺസ്ട്രക്ഷന് ശേഷം സെയിൽസ് എത്ര കൂടുമെന്നുള്ള ഹിന്റ് ഒന്നല്ല തന്നത്. എന്ത് ഹിന്റ് തന്നെ ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൈനിങ് ബിസിനസിന്റെ പ്രോഫിറ്റ്സും ക്യാഷ് ഫ്ലോസും 4% കൂടും. സോ സെയിൽ കൂടി, സെയിൽ എത്രയോ കൂടി എത്രയാന്ന് പറഞ്ഞില്ല. അതിന്റെ പേരിൽ അവസാനമുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ എത്ര കൂടുമെന്നാ പറഞ്ഞുള്ളത്. സോ സെയിൽസ് പണ്ടത്തെ പ്രകാരം കണ്ടുപിടിച്ച് വന്നു. ഓക്കെ, സോ വാല്യൂ ഓഫ് ഫേം ആണ് ഇത്. കാരണം ഇത് ലയബിലിറ്റി ഉണ്ട് ഇവർക്ക്. This is equal to E cash flow into 1 plus G divided by 4% ആയിരുന്നോ, divided by R minus G. ബാക്ക് അവര് 12 അല്ലേ തന്നെ, 12 തന്നല്ലായിരുന്നോ, 12 അല്ലായിരുന്നോടാ, 12. So free cash flow to firm into 1 plus G divided by R minus G. Value of firm കിട്ടി. ഇനി ലെസ് VD. ഒരു ബാങ്ക് ലോൺ ഇല്ലേ നമുക്ക്, എത്ര ബാങ്ക് ലോൺ, 1800. So value of Chrysos company is 4614. Value of equity of C company. ഇവിടെ എത്തുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം. ഇത് എങ്ങോട്ട് എടുക്കുന്നു, ഇവിടെ കൊണ്ട് എഴുതുന്നു. Value of equity of Chrysos company എത്രയാണോ കിട്ടിയത് അത് 46144 thousands or millions of ഇവർ വന്നത് മില്യൺസിലാ. നോക്കട്ടെ, ഇത് മില്യൺസിലാണ്. ബ്രാക്കറ്റില് ഡോളേഴ്സ് ഇൻ മില്യൺസ് ആൻഡ് മറ്റൊരു ബ്രാക്കറ്റില് ഇത് എവിടുന്ന് അവൈലബിൾ ആണ്, അപ്പൻഡിക്സ് 1. അപ്പൻഡിക്സ് 1-ൽ തന്നെയാണ് അതും കിടക്കുന്നത്. വേറെ വർക്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ അല്ലേ. കഴിഞ്ഞോ? കഴിഞ്ഞു. അടുത്ത റിക്വയർമെന്റ് എന്താ, അടുത്ത ഹെഡിങ്ങിന്റെ ഒന്ന് വായിച്ചേ, എന്താ വായിച്ചേ, അടുത്ത ഹെഡിങ് എന്താ? അപ്രോച്ച് ടേക്ക്. അതായത് നിങ്ങൾ ചെയ്ത ഈ അപ്രോച്ച് ഇല്ലേ, ഇതിന്റെ വാല്യുവേഷൻ, എന്തിന്റെ വാല്യുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതാ ഈ നിങ്ങൾ ഈ ചെയ്ത പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇതിനെ വിറ്റതിന് ശേഷമുള്ള ഫ്രീ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കുന്നു. ആ ഫ്രീ ക്യാഷ് ഫ്ലോ 4% ഗ്രോത്ത് ഉണ്ട്. അതിനെ നമ്മൾ ഇൻഫിനിറ്റ് പെർപെച്യൂറ്റി ഫോർമുല ഉപയോഗിച്ച് ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പൊ ഫ്രീ ക്യാഷ് ഫ്ലോസ് കുറഞ്ഞ ഡീറ്റെയിൽ കൊടുക്കണോ, ലൈക്ക് ഡിപ്രീഷിയേഷൻ കുറഞ്ഞ മാർക്കല്ലേ ഉള്ളൂ, കുറഞ്ഞ അറ്റൻഡ് ചെയ്യുക. ഫുൾ ലൈൻ ബൈ ലൈൻ പറയണ്ട. ഫ്രീ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കുന്നു ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ ഉള്ളത്. ആ ഫ്രീ ക്യാഷ് ഫ്ലോ 4% ഇൻഫിനിറ്റ് പീരീഡിൽ പെർപെച്വലി ഗ്രോ ചെയ്യുന്ന അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്താൽ കിട്ടുന്നത് വാല്യൂ ഓഫ് ദി ഫേം ആണ്. അതിൽ നിന്നും കമ്പനിയുടെ വാല്യൂ ഓഫ് ഡെപ്റ്റ് ആയ ബാങ്ക് ലോണിന്റെ മാർക്കറ്റ് വാല്യൂ, ബുക്ക് വാല്യൂ ഡീം ടു ബി മാർക്കറ്റ് വാല്യൂ തന്നെയാണ്. അത് കുറച്ച് കിട്ടുന്ന വാല്യുവേഷൻ ആണ്. ഇത് എഴുതണമെന്ന് എങ്ങനെയാ നമ്മൾ തിരിച്ചറിഞ്ഞത്? ആദ്യമേ എന്ത് ചെയ്തു വെച്ചത് കൊണ്ടാണ്. പറഞ്ഞേ, ആദ്യമേ നമ്മള് പറഞ്ഞേ ആദ്യമേ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു കാര്യം. എടാ ഇത് വളരെ ഈസി മാർക്സ് ആണല്ലോ. ഈ അപ്രോച്ച് നോക്കുക, എക്സാമിനറുടെ മാർക്കിംഗ് സ്കീമിൽ നോക്കിയാൽ അപ്രോച്ച് പറയുന്നതിന് മാർക്ക് ഉണ്ട്. പക്ഷെ ഇങ്ങനെ റിക്വയർമെന്റ് ഉള്ളത് കാണാതെ പോകും. അപ്രോച്ച് പറയുന്നതാ, എക്സ്പ്ലനേഷൻ ഓഫ് അപ്രോച്ച് 1 to 2 മാർക്സ് കിട്ടും. സിമ്പിൾ മാർക്സ് ആണ്, വളരെ സിമ്പിൾ മാർക്സ് ആണ്. അസംഷൻസിന് 3 to 4 മാർക്സ് ഉണ്ട്. അസംഷൻസിന് 3 to 4 മാർക്സ് ഉണ്ട്. ഇനി അടുത്തതൊന്നും എഴുതാൻ ഭയങ്കര നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇമ്പാക്ട് ഓൺ റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം ഓൺ ക്രിസോസ് കമ്പനി, ഇമ്പാക്ട് ഓൺ വെഞ്ചർ ക്യാപിറ്റൽ. എടാ ഇത് ഈസി പാർട്ടാണല്ലോ പറഞ്ഞേ. ഒരു 1 or 2 മാർക്സിന് കിട്ടാനുള്ള പറഞ്ഞേ. Once you have a proper heading and all, easy part പലപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. 1 second. ഈ നമ്പർ ഒന്ന് ആലോചിച്ചത് 66 എനിക്ക് ക്വസ്റ്റ്യനിലോട്ട്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ
ഇത് ഒരു റിപ്പീറ്റ് വരുന്നതാണ്, പക്ഷെ പല കുട്ടികളും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നില്ല. ഞാൻ ഒരു മേജേഴ്സിന്റെ ക്വസ്റ്റ്യനില് ഹാവിലോ വോഗൽ ഇതിൽ ഏതിലോ ഒന്നില് വോഗലാന്ന് തോന്നുന്നു 92 128 അതിലൊക്കെ ഉണ്ടോ വോഗലാണ്. ഇതാ നോക്ക്, വോഗലിന്റെ ക്വസ്റ്റ്യൻ ആണ്. എസ്റ്റിമേറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം നമുക്ക്. എസ്റ്റിമേറ്റ് ചെയ്യണം ദ മാക്സിമം പ്രീമിയം. എങ്ങനെയാണ് മാക്സിമം പ്രീമിയം കണ്ടെത്തുക? അക്വിസിഷന്റെ സമയത്തുള്ള മാക്സിമം പ്രീമിയം Additional value. അഡീഷണൽ വാല്യൂ തന്നെയാണ് മാക്സിമം പ്രീമിയം. പ്രീ അക്വിസിഷൻ വാല്യൂസും പോസ്റ്റ് അക്വിസിഷൻ വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് പോസ്റ്റ് മൈനസ് പ്രീ, അഡീഷണൽ വാല്യൂ തന്നെയാണ്. ആൻഡ് ഇവിടെ നോക്ക് എന്തൊക്കെയുണ്ട്, എസ്റ്റിമേറ്റ് മാക്സിമം പ്രീമിയം കോമ കഴിഞ്ഞിട്ട് എന്താ, explaining the approach. നിങ്ങൾ എങ്ങനെയാണ് പ്രീമിയം കണ്ടെത്തിയുള്ള അപ്രോച്ച് പറയാൻ. അതായത് പോസ്റ്റ് അക്വിസിഷൻ വാല്യൂഷൻ ഞാൻ പി റേഷ്യോ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ആണോ ആ മെത്തേഡുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് നമ്മൾ ഡിഫറൻസ് എടുത്തിട്ടാണ്. ആൻഡ് എന്തുകൊണ്ട് Assumption. Assumptions. നമ്മൾ എക്സാമിന് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, ഇതിനെ ഹെഡിങ് ആക്കി കൊടുക്കുന്നു, അപ്പൊ നമ്മൾ മനസ്സിലാവും ഇത്രയും കണ്ടന്റുകൾ എഴുതാറുണ്ട്. സോ ഇറ്റ് ഈസ് വെരി വൈറ്റൽ. ഏറ്റവും ഫസ്റ്റ് തന്നെ നിങ്ങൾ റിക്വയർമെന്റ് എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് വെരി വൈറ്റൽ. നിങ്ങൾ റിക്വയർമെന്റ് ആദ്യം എന്ത് ചെയ്യണം? Copy paste ചെയ്ത് split കോപ്പി ചെയ്യണം. പേസ്റ്റ് ചെയ്ത് സബ് ഹെഡിങ്സ് ചെയ്ത് വെക്കുക. ദാറ്റ് വിൽ ലീഡ് യു ഗൈസ്. എന്ത് എഴുതണം? മറ്റേ എക്സാമിന് കൺഫ്യൂഷൻ, ഞാനിപ്പോ എന്ത് എഴുതുക. നിങ്ങളുടെ റിക്വയർമെന്റ് ആണ് നിങ്ങളെ ലീഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് എഴുതേണ്ടത് റീസ്ട്രക്ചറിന് ശേഷമുള്ള ക്രിസോസ് കമ്പനിയിൽ വരാം ഇമ്പാക്ട്. ക്രിസോസ് കമ്പനി എന്തിനാണ് ഇത് ചെയ്തത്? ഗിയറിംഗ് കുറയ്ക്കാനും ഇൻവെസ്റ്റ്മെന്റ് Fund കിട്ടാനും. ഗിയറിംഗ് കുറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അത് മാർക്കറ്റ് വാല്യൂ ടേംസിൽ അവർ 80:20 ആണ് ട്രൈ ചെയ്യുന്നത്. സോ അപ്പൻഡിക്സ് 2 എടാ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം സമയം കഴിഞ്ഞിട്ടുണ്ടാവും. നിർത്തി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാ. ഇത്രയൊക്കെ എത്തിയാൽ ഇത് എന്തായാലും നമ്മൾ ഇത്രയും പെർഫെക്റ്റ്ലി എത്തില്ല, ബട്ട് സ്റ്റിൽ ഇംപെർഫെക്റ്റ് ആയിട്ടും ഇതുവരെ എത്തിയാൽ തന്നെ അത്യാവശ്യം മാർക്സ് ഉണ്ടാവും. ആ നമ്പേഴ്സ് നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്ത് റെക്കമെൻഡേഷൻ പറഞ്ഞ് അടുത്ത ക്വസ്റ്റിലോട്ട് പോകണം. അപ്പൻഡിക്സ് 2 എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ഇമ്പാക്ട് ഓഫ് റീകൺസ്ട്രക്ഷൻ. അതന്നെ ഇമ്പാക്ട് ഓൺ ഏതുണ്ട്? ക്രിസോസ് കമ്പനി കണ്ടുപിടിക്കണം. സോ ക്രിസോസ് കമ്പനിയുടെ ഗിയറിംഗ് മാർക്കറ്റ് വാല്യൂ ടേംസിൽ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഇതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. VD ഓൾറെഡി അറിയാം, ലോൺ മാത്രമല്ലേ ഉള്ളൂ 1800. സോ ടോട്ടൽ ഇത്രയും മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിയും ഇത്രയും ഡെപ്റ്റും ഉണ്ട്. സോ പെർസെന്റേജ് ഗിയറിംഗ് ഡെപ്റ്റ് ബൈ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി 37% അല്ല 3.7% വരും. 4%, 3.8. സോ നമ്മുടെ ഇത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമന്റിൽ കൊണ്ടുപോയിട്ട് പറയും ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ നമ്മുടെ ഗിയറിംഗ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഗിയറിംഗ് 3.8 വരും. ഇനിയും നമുക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? പുതുതായിട്ട് ഡെപ്റ്റ് റേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു കമന്റ്, ഇതല്ല പെർഫെക്റ്റ് കമന്റ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള കമന്റ് ആണ് പറയുന്നത്. ഓക്കെ, Okay, sir. യു വിൽ ടോക്ക് അബൌട്ട് ദിസ്. ലൈക്ക് ഗിയറിംഗ് നമ്മൾ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് കറന്റ് ഗിയറിംഗ് കണ്ടെത്താം. വേണമെങ്കിൽ കണ്ടെത്തി അത് വെച്ചിട്ട് പറയാം. കറന്റ് ഗിയറിംഗ് എന്താ, ഈ ഡെപ്റ്റ് കറന്റ് മാർക്കറ്റ് വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, കറന്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി തന്നിട്ടില്ല. സോ വേണേ അത് മെൻഷൻ ചെയ്യാം. കറന്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി തരാത്തത് കൊണ്ട് കറന്റ് ഗിയറിംഗ് എത്രയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ബട്ട് എന്തായാലും കുറെ ഡെപ്റ്റ് ഒക്കെ പേ ഓഫ് ചെയ്യുന്നുണ്ട്. ഗിയറിംഗ് നന്നായിട്ട് കുറയുന്നുണ്ട് 3.8. സോ നമുക്ക് ഒരുപാട് വീണ്ടും ഡെപ്റ്റ് റേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പ്ലസ് നമ്മുടെ കോർ ബിസിനസ്സിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് യു ക്യാൻ ടോക്ക് അബൌട്ട് സെൽ ഓഫ്. നമുക്ക് ഏതിലാണ് നമ്മുടെ ടൈം? കോർ ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്തുകൂടെ? ഇനി നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ആ ഒരു സിംഗിൾ മാത്രമായിട്ട് തന്നെ പറയാം. പ്ലസ് പ്രോബ്ലം ആയിട്ട് എന്ത് പറയാം? എക്കണോമിക്സ് ഓഫ് സ്കെയിൽ കുറയും, അല്ലെങ്കിൽ ലെസ് ഡൈവേഴ്സിഫൈഡ് ആയില്ലേ? ആണല്ലോ? ഇതൊക്കെയല്ലേ ഇമ്പാക്ട് ഓൺ
റീകൺസ്ട്രക്ഷൻ ഈ നമ്പേഴ്സും പ്ലസ് നമ്മൾ ജനറലി പഠിച്ച 1-2 പോയിന്റും. ഓക്കെ Okay. സാർ ഈ ഡൈലൂഷൻ കൺട്രോൾ ഡൈലൂട്ട് ആവണതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറ്റും? വേണം കണ്ടുപിടിക്കാം. പെർസെന്റേജുകൾ പറയാം. പണ്ടത്തെ പെർസെന്റേജുകൾ അന്നത്തെ ബോക്സ് പോലെ വരച്ച് കണ്ടുപിടിച്ച പോലത്തെ. യെസ്, നമ്മള് ഫ്ലിപ്പ്ടോട്ട് കമ്പനി ഇതുപോലെ തന്നെ ഒരു VCO വെഞ്ചർ ക്യാപിറ്റൽ ഗുപ്തെ VCയുടെ ഇതേപോലത്തെ വേറൊരു 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈ പെർസെന്റേജും അതും വെച്ച് കമ്പയർ അത് ഞാൻ അതിലോട്ട് വരുന്നുണ്ട്. കാരണം അടുത്ത VCയോട് എഴുതാനുണ്ട്, അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വെച്ചിട്ടുള്ളത്. ഇവിടെ വേണേ നിങ്ങൾക്ക് അത് പറയാം. ഓക്കെ ശരി. എടാ ഇതൊക്കെയാണോ ഇമ്പാക്ട് ഓൺ ക്രിസോസ് കമ്പനി? ഗിയറിംഗ് വളരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, അപ്പൊ അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ആവുന്നുണ്ട്. പക്ഷെ ഡെപ്റ്റ് കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ എന്താ കോർ ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്യുന്നു, ലെസ് ഡൈവേഴ്സിഫൈഡ് ആവുന്ന റിസ്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് വെരി മിനിമം സംസാരിക്കാം. സെൽ ഓഫ് സ്പിൻ ഓഫ് ഒക്കെ ഉണ്ടാകുമ്പോൾ സൈസ് കുറയും, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ നഷ്ടപ്പെടും. Shall we continue? കഴിയാറായി. Yes. Yeah. ഇനി ആർക്കുള്ള ഇമ്പാക്ട് കൂടി സംസാരിക്കണം? വെഞ്ചർ ക്യാപിറ്റൽ. എടാ ഇമ്പാക്ട് ഓൺ ക്രിസോസ് കമ്പനി ഇവിടെ സംസാരിച്ചു, ഗിയറിംഗും മറ്റേ ലെസ് ഡൈവേഴ്സിഫൈഡ് വെച്ചിട്ട്. ഇവിടെ ഇമ്പാക്ട് ഓൺ VCO സംസാരിക്കണം. അവര് നമ്മൾ ഗുപ്തെ VCയിലും ചെയ്തെന്തായിരുന്നു, അവർ എക്സ്ട്രാ ഫണ്ട് വരുന്നു, അതിന് അവർക്ക് എന്ത് കിട്ടുന്നു എന്നല്ല അവർ നോക്കുക. സോ ഇമ്പാക്ട് ഓൺ VCയോടത് വെരി മിനിമം അവർക്ക് എന്ത് കിട്ടുന്നു, എന്താ അവർ ഗിവ് അപ്പ് ചെയ്യുന്നു, ഇത് ആലോചിച്ചാൽ മതി. എന്തൊക്കെയാ അവർ എക്സ്ട്രാ ഗിവ് അപ്പ് ചെയ്യണം? അവരുടെ ഡെപ്റ്റ് അത് ക്യാൻസൽ ചെയ്യണ്ടേ? എത്ര രൂപയുടെ ഡെപ്റ്റ് ആണ് ഗിവ് അപ്പ് ചെയ്യുന്നത്? എത്ര രൂപയുടെ ഡെപ്റ്റ് ആയിരുന്നു അവർ ഗിവ് അപ്പ് ചെയ്തേ? അത് ക്യാൻസൽ ചെയ്യല്ലേ ചെയ്യുന്നേ? എടാ എത്ര രൂപയുടെ ഡെപ്റ്റ് ആണ് പറഞ്ഞേ? നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം. എസ്പെഷ്യലി ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും എക്സാമിന് എത്തില്ല. വെരി മിനിമം ഒബ്ജക്റ്റീവ് ഗിയറിംഗ് ആണ്. ഗിയറിംഗ് റിലേറ്റ് ചെയ്തിട്ട് കൂടിയോ കുറഞ്ഞോ ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഒബ്ജക്റ്റീവ് അവിടെ പറഞ്ഞതുകൊണ്ട്. VCയോട് നിങ്ങൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ബട്ട് എന്നാലും നമുക്ക് ഇതൊരു കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നിങ്ങളുടെ തന്നെ എക്സ്പീരിയൻസിലൂടെ പറഞ്ഞേ. നിങ്ങൾ മെർജേഴ്സ് ചെയ്തു, നിങ്ങൾ ഇൻവെസ്റ്റർ പ്രൈസിൽ ചെയ്തു, നിങ്ങൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്തു, അതുപോലെ കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷനും. ഏതാണ് കുറച്ചുകൂടി ചാലഞ്ച് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഏത് ക്വസ്റ്റ്യൻസ് ആണ്? കോർപ്പറേറ്റ് ആണ്. അപ്പം അതിന്റെ ആ ചാലഞ്ച് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക. എസ്പെഷ്യലി പഴയ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ചാലഞ്ച്. ഇപ്പൊ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി എക്സിബിറ്റ്സ് എളുപ്പമായിട്ടാണ് തരുന്നത്. ശരി. സോ എന്ത് ഗിവ് അപ്പ് ചെയ്യുന്നു? ഡെപ്റ്റ് ഗിവ് അപ്പ് ചെയ്യുന്നു 4800 പ്ലസ് അയാളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് കൂടി കൊടുക്കണ്ടേ? ഈ റീകൺസിഡർ പ്രകാരം ഡെപ്റ്റ് ക്യാൻസൽ ചെയ്തു, കുറച്ച് ക്യാഷും കൊടുക്കുന്നു. എത്ര ക്യാഷ് കൊടുക്കുന്നേ? എത്രടാ? 400. ഇതിന് അയാൾക്ക് എന്താ കിട്ടുന്നത്? 600 million shares. Is getting 600 value ആണോ 600 number of shares ആണോ? Value. 600 ഷെയർ ക്യാപിറ്റൽ കിട്ടും അല്ലെ? $600 വർത്ത് ഷെയർ ക്യാപിറ്റൽ കിട്ടും. അത് പാർ വാല്യൂ അല്ലേ ഇത്? ഇതാണോ ആ ഷെയർസിന്റെ ശരിക്കുള്ള മാർക്കറ്റ് വാല്യൂ? ഇത് പാർ വാല്യൂ മാത്രമല്ലേ? സോ 600 ഷെയർസിന്റെ ഇക്വലന്റ് നമ്മൾ അറ്റ്ലീസ്റ്റ് എന്ത് നോക്കണം? വാല്യൂ നോക്കണം. 600 വാല്യൂ ഉള്ള ഷെയർസ് കിട്ടും. അത് ഷെയർ ക്യാപിറ്റൽ വാല്യൂ അല്ലേ? ഒരു പാർ വാല്യൂ അതായിരിക്കും അതിന്റെ മാർക്കറ്റിലെ വാല്യൂ. സോ ഇവിടെ മാർക്കറ്റ് വാല്യൂ അറിയണം ഇയാൾക്ക് കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ. പല അപ്രോച്ച് ഉണ്ട്. ഇതില് ഇദ്ദേഹം പുതുതായിട്ട് ഷെയർ മേടിക്കുന്ന ആളല്ല. ഓൾറെഡി കുറച്ച് ഷെയർസ് ഉള്ള ആളാണ്. കുറച്ചുകൂടി എക്സ്ട്രാ ഷെയർസ് കിട്ടുകയാണ്. വെരി മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വെരി മിനിമം ഫണ്ട് എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ നോക്കിയേ. ഫണ്ട് എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ട്? ഓൾഡ് എത്രയുണ്ടോ? ഓൾഡ് ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ടായിരുന്ന? ഓൾഡ് ഷെയർ ക്യാപിറ്റൽ 1800 അല്ലേ? 1800 അല്ലേ ഫണ്ട് അല്ലേ? റിപ്ലൈ ആണ്. ഇതിന്റെ എത്ര പെർസെന്റേജ് ആയിരുന്നു പെർസെന്റേജ് ഹോൾഡിംഗ് ഫണ്ട്? 20%. ഇപ്പോൾ അപ്പൊ ദാറ്റ് മീൻസ് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഇയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും? നമ്പർ ഓഫ് ഷെയർസ് ഇവർക്ക് എത്രയുണ്ട് ഫണ്ട്?
1800 പാർ വാല്യൂ 1 തന്നെ, അപ്പൊ നമ്പേഴ്സ് സെയിം തന്നെയാണ്. 1800 20%. പണ്ട് എത്ര ഷെയർസ് ഉണ്ട്? 360 ഉണ്ട്. ഇപ്പോൾ 360 പ്ലസ് എത്ര കൂടി ഷെയർസ് മേടിച്ചു? 600 ഷെയർസ് കൂടി മേടിച്ചില്ലേ ഇവര്, അല്ലേ? ആണോ? അതെ. ഇപ്പൊ ഷെയർ ക്യാപിറ്റൽ എത്രയായി? 1800 പ്ലസ് നമ്മുടെ പുതിയ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ളത്? 2400 ആയില്ലേ? 2400. സോ 2400 ഇയാൾക്ക് എത്ര പെർസെന്റേജ് ഉണ്ട്? 960 ഡിവൈഡ് ബൈ 2400. സോ 40% ആണ് ഇപ്പൊ ഇയാൾക്ക് ഉള്ള ഈ കമ്പനിയിൽ. പണ്ട് 20% ആയിരുന്നു. ഇപ്പോൾ എത്ര പെർസെന്റേജ് ആയി പറഞ്ഞേ? 40%. 40%. സോ എക്സ്ട്രാ ഇയാൾക്ക് എത്ര പെർസെന്റേജ് ആണ് കിട്ടുന്നത് കമ്പനിയിൽ? എക്സ്ട്രാ ഈ കമ്പനിയുടെ എത്ര 20% കൂടി കിട്ടി. is getting extra 20% of Chrysos C company. This is what he is getting. So ഇതൊക്കെ ഇത്ര ആലോചിച്ചെടുക്കുമ്പോഴത്തേക്കും സമയം പോകും. ഇത് അറ്റൻഡ് ചെയ്യാതെ വെരി മിനിമൽ എന്ത് ചെയ്യുക, ഒരു 600 ഷെയറിന്റെ വാല്യൂ, വെരി മിനിമൽ എന്ത് ചെയ്യുക, 600 ഷെയറിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ച് പോവാ. ബട്ട് ഞാൻ ഇവിടെ പെർഫെക്റ്റ് ആയി ചെയ്തെന്നുള്ളൂ. ഇതല്ലേ ടോട്ടൽ ഇക്വിറ്റി വാല്യൂ? ആണോ? 40% ആണ് ഇയാൾക്ക് അർഹതപ്പെട്ടത്. പക്ഷേ ഇതിൽ 20% അയാൾ ഓൾറെഡി ഉള്ളതല്ലേ എടാ. ഇതിൽ 40% ആണ് VCOക്ക് അർഹതപ്പെട്ടുള്ളത് ഇപ്പോ. പക്ഷെ ഈ 40% പുതുതായിട്ട് കിട്ടുമല്ലോ. ഇതിൽ എത്ര പെർസെന്റ് ആണ് പുതുതായിട്ട് കിട്ടുന്നത്? 20% മാത്രം. 20%. സോ പുതിയ വാല്യൂന്റെ 20%. ദിസ് ഇസ് വാട്ട് ഹി ഈസ് ഗെറ്റിംഗ് ഫോർ. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത്രയും കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്തത്. ഇസ് ദാറ്റ് ഓക്കെ? What is getting? Very simple ആണ് കൺസെപ്റ്റ്. ബട്ട് എക്സാം ടൈമില് പ്രഷറിൽ ഇത് നമ്മൾ എത്തത്തില്ല. ഇത് വേണ്ട. ബട്ട് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇത് ഓക്കെയാണോ? റീകൺസ്ട്രക്ഷന്റെ സമയത്ത് ഇത്രയും ഡെപ്റ്റ് ഗിവ് അപ്പ് ചെയ്യുകയും ഇത്രയും ക്യാഷ് കൊടുക്കുകയും ചെയ്തപ്പോൾ they are getting extra 20% of the company. ആ എക്സ്ട്രാ 20% വാല്യൂ ആണ് 9588. സോ 9588 കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കൊടുക്കണം. സോ വാട്ട് ഇസ് ദ ഗെയിൻ? he is getting is equal to എന്ത് കിട്ടുന്നു മൈനസ് എന്ത് ഗിവ് അപ്പ് ചെയ്യുന്നു. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഗെയിൻ അല്ല, ലോസ് ആണെന്ന് അർത്ഥം. സോ ഈസ് ഗെറ്റിംഗ് ദിസ് മച്ച് ഗെയിൻ. വേണമെങ്കിൽ ഇതിനെ പെർസെന്റേജ് ഒക്കെ കണ്ടുപിടിക്കാം. ബട്ട് കമന്റിൽ ഇത് മതി, ഇത്രയും ഗെയിൻ കിട്ടുന്നുണ്ട്. സോ ഹി വിൽ ബി ഹാപ്പി റിഗാർഡിംഗ് ദിസ്, പ്രൊവൈഡഡ് ദാറ്റ് ഈ ഫിഗേഴ്സ് ഒക്കെ അച്ചീവബിൾ ആണെന്ന നിലക്ക്. ഫൈനൽ റെക്കമെൻഡേഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഫൈനൽ റെക്കമെൻഡേഷൻ എന്തുകൂടി കൊടുക്കാം? ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താവുന്നത് അച്ചീവ് ചെയ്യുന്നുണ്ട്. ഗിയറിംഗ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഡീഷണൽ VCOയ്ക്കും അഡീഷണൽ ഗെയിൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ എല്ലാവരും ഈ റീകൺസ്ട്രക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിഗേഴ്സ് ഒക്കെ എന്തിന്റെ ബേസിലാണ്? ഒരുപാട് എസ്റ്റിമേഷനും അസംഷന്റെ ബേസിലാണ്. അതുകൊണ്ട് സെൻസിറ്റീവ് അനാലിസിസും സിനാരിയോ അനാലിസിസും ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതാണ് റെക്കമെൻഡേഷൻ. സോ ഞാൻ ഒരുപാട് ടൈം എടുത്ത് നല്ല രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ. Hope you understood the way the answer to the question. ക്ലാസ്സിൽ ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞപ്പോഴും കുറെ പേര് ചാലഞ്ച് ആയിട്ട് പറഞ്ഞായിരുന്നു. That's why I to consider this in this question practice session. And ഞാൻ ഇത് എന്നതാ ഇൻക്ലൂഡിങ് എക്സാമിന് എങ്ങനെ എഴുതണമായിരുന്നു എന്നുള്ള ആദ്യം തിയറീസ്, ക്വസ്റ്റ്യൻ A, ക്വസ്റ്റ്യൻ C അറ്റൻഡ് ചെയ്യണം. പ്രൊഫഷണൽ സ്കിൽസ് മാർക്സിനെ പറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എത്ര ചാലഞ്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത്രയും പെർഫെക്റ്റ് ആക്കി എഴുതണമെന്നില്ല. വി ക്യാൻ ഈസിലി നമ്മൾ ചെയ്യാൻ പറ്റുന്ന ബേസിക് മാർക്സ് എടുത്ത് മുന്നോട്ട് പോവാം. ബിലീവ് ഇൻ യു, വാട്ട് എവർ വി ഡൺ. എക്സാം കിറ്റിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു. CBE ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര ചാലഞ്ച് കൊടുത്തു വന്നാലും എക്സാമിന് ഇത് വരുമെന്ന് പ്രതീക്ഷിക്കുക. ഒരു സ്റ്റുഡന്റും സെക്ഷൻ 7 റീകൺസ്ട്രക്ഷൻ വരില്ല, എനിക്ക് റിസ്ക് വന്നാൽ മതി അല്ലെങ്കിൽ NPV വന്നാൽ മതി എന്ന രീതിയിൽ പോകരുത്. എക്സാമിന് ഇത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. ഇപ്പൊ വേഴ്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പയർ ആവുക. ക്ലിയർ? സോ അറൌണ്ട് 10 ആയി. മാർച്ച് ജൂൺ 2024 ശരിക്കും ഞാൻ ഫസ്റ്റ് ഡേ അല്ലടാ, മാർച്ച് ജൂൺ 2024 CBE എടുത്ത് വെച്ചത്. മാർച്ച് ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തായിരുന്നു. അതിൽ സെക്ഷൻ Aയും പിന്നെ സെക്ഷൻ Bയിലെ ഒരു ക്വസ്റ്റ്യനും സോൾവ് ചെയ്തായിരുന്നു. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട്. അതിന്റെ ആൻസർ PDF ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം. നിങ്ങൾ അതൊന്ന് ആൻസർ ചെക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ. സോ നമുക്ക് ഈ സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സാർ സെക്ഷൻ A ആണോ B ആണോ ചെയ്ത് തുടങ്ങുന്നത് നല്ലത്? ഏത് തുടങ്ങാം, ഇറ്റ്സ് അപ് ടു യു. ഇന്നത് സെക്ഷൻ Aയിലാണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, സെക്ഷൻ Bയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം.
ഇപ്പൊ ഞാൻ നോർമലി പറയാറ് 1.5 hour ഏത് തുടങ്ങിയാലും 1.5 hour അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. ടൈം സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പം സെക്ഷൻ എ തുടങ്ങി, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്, 1.5 hour കഴിഞ്ഞാൽ നിർത്തണം. സെക്ഷൻ എ തുടങ്ങി, ചാലഞ്ച് ക്വസ്റ്റ്യൻ ആണ്, 1.5 hour കഴിഞ്ഞാൽ അത് നിർത്തണം. അത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് ദ റൂൾ. അല്ലാതെ ഇത് തുടങ്ങണോ അത് തുടങ്ങണോ എന്ന് വായിക്കാൻ വേണ്ടി അവിടെ ഡിസിഷനോ ടൈമോ, ആദ്യം സെക്ഷൻ എ കുറച്ച് വായിച്ചു നോക്കും, ഇത് ചാലഞ്ച് ആയി, ഇത് ഒഴിവാക്കാം, മറ്റേലോട്ട് പോവാം. അപ്പൊ അവിടെ കുറച്ച് റീഡിന്റെ ടൈം പോയി. ഏത് വേണമെങ്കിലും തുടങ്ങിക്കോ, ബട്ട് ഡു റിമെമ്പർ 1.5 hour ഫോർ സെക്ഷൻ എ, 1.5 hour for section B. അത് തന്നെ സെക്ഷൻ ബിയിൽ 45 minutes for the first question, 45 minutes for the second question. 45 സബ് വേണം. ഇപ്പൊ എ ക്വസ്റ്റ്യൻ 18 മാർക്കാണ്, 18 into 1.8, how much minutes? അത്രയും ഞാൻ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്നാൽ വളരെ സന്തോഷത്തോടെ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ സർ. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാംസ് എഴുതാൻ പറ്റട്ടെ, നല്ല മാർക്സിന് എല്ലാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഒരു കാര്യം കൂടി ഉണ്ട്, ബോണ്ട് ഫോർ ഷെയർ എക്സ്ചേഞ്ച് അത് വിടുവാണോ കംപ്ലീറ്റ്ലി? ഏതാ നമ്മുടെ ഒപ്പാവ കമ്പനിയുടെ ഏറ്റവും അവസാനം ഷെയർ ബോണ്ടുമായിട്ട് എക്സ്ചേഞ്ച്. എടാ ഷെയർ നമ്മള് സാധാരണ ചെയ്യുന്നത് വാട്ട് വി ഗെറ്റ് വാട്ട് വി ഗിവ് അപ്പ്. എന്ത് കിട്ടുന്നു? ഷെയർസ് കിട്ടുന്നു. എന്ത് ഗിവ് അപ്പ് ചെയ്യുന്നു? ബോണ്ട്, അല്ലെങ്കിൽ ബോണ്ടാണ് കൊടുക്കുന്നത്. ബോണ്ട് കിട്ടുന്നു, ഏതാണോ ഗെറ്റ് ആൻഡ് ഗിവ് അപ്പ്, അത്രേ ഉള്ളൂ. ബോണ്ടിന്റെ കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലക്സ് ആണ്, മനസ്സിലാവുന്നില്ല ഡോക്ടർ. ട്രൈ ചെയ്ത് അല്ലാണ്ട് എല്ലാം പെർഫെക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ കുറച്ച് കോംപ്ലക്സ് ആയി ഞാൻ അത് നിങ്ങൾക്ക് എന്തെങ്കിലും സോൾവ് ചെയ്ത് മനസ്സിലായല്ലോ. എല്ലാത്തിനും അതിന്റെ ആൻസേഴ്സ് ഉണ്ടാവും, ബട്ട് ട്രൈ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്ത് കിട്ടുന്നു? മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ട്രൈ ചെയ്യുക കേട്ടോ. ലെറ്റ്സ് സീ, വേറെ ടൈം ഉണ്ടെങ്കിൽ ഇതുവരെ എക്സ്ട്രാ എവിടെയും ടൈം ഞാൻ കൊള്ളിക്കാൻ പറ്റുന്നത് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ശരി, അപ്പൊ എല്ലാവരും വീണ്ടും ബെസ്റ്റ് ഓൾ വിഷസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഗുഡ് നൈറ്റ്.